ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒറ്റയൊരു വാക്യം മാത്രമാണ് ശ്രദ്ധയിലേക്ക് എടുത്തത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ പിന്നെ ആരാകും? സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ ഭാഗം പറയുന്നത് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ച പാപിനിയായ സ്ത്രീയുടെ വിടുതലിനോട് ബന്ധപ്പെടുത്തിയ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരീശന്മാര് കൃത്യമായി യേശുവിനെ ആരോപിക്കേണ്ടതിന്, കുറ്റം ചുമത്തേണ്ടതിന് ഒരു പാപിനിയായ സ്ത്രീയെ അടുത്തു കൊണ്ടുവരിക. യേശുവിൽ വിശ്വസിക്കുവാനോ യേശു ജീവനുള്ള പിതാവിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുവാനോ കഴിയാതിരുന്ന പരീശന്മാർ യേശുവിനെ പരീക്ഷിക്കേണ്ടതിനും പരിശോധിക്കേണ്ടതുമാണ് ഈ ചോദ്യങ്ങളൊക്കെയും ഉന്നയിച്ചു പോകുന്നതാണ് ഈ വേദഭാഗത്തിന്റെ ആമുഖം. അവിടെയാണ് പറയുന്നത്, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് സ്വതന്ത്രരാകാൻ സാധിക്കുക എന്നുള്ളത്. ഫ്രീഡം. ശ്രീരാമ പരമഹംസനെ കുറിച്ചൊരു വാചകം പറയാറുണ്ട്. 16-ാമത്തെ വയസ്സിൽ സ്വന്തം വീടിനടുത്തുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയായ മനുഷ്യൻ അദ്ദേഹം. എല്ലാ ദിവസവും അദ്ദേഹം പോയി അമ്പലത്തിലെ ശുശ്രൂഷകൾ ചെയ്യും. വിഗ്രഹത്തിന് ഇങ്ങനെ ആരതി ഒഴിയും. എല്ലാ ദിവസവും പൂജകളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് ശ്രീരാമ പരമഹംസൻ കട്ടിൽ കിടന്നുകൊണ്ട് പറയും, ഒരു ദിവസം കൂടെ കടന്നുപോയി, പക്ഷെ നിന്നെ ഞാൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇതൊരു വിരഹ ദുഃഖമായി ഒരു പക്ഷെ ഇത്രയും നാളത്തെ ക്രൈസ്തവ ജീവിതം നടത്തിയിട്ട് ആത്മാർത്ഥമായി നമ്മളിലേക്ക് നോക്കിയ നമ്മളിൽ പലരിലും ഉണ്ടാകാവുന്ന ഒരു കുറ്റബോധമാണ്. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യനാണെന്നും ദൈവപുത്രനാണെന്നും ഉള്ളതിന്റെ എന്തെങ്കിലും ഒരു ട്രൈറ്റ്, ഒരു അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയുള്ള അടയാളങ്ങളെ കണ്ടെത്താൻ, സ്വാതന്ത്ര്യം ദൈവത്തിന്റെ പുത്രരായ സ്വതന്ത്രരാണോ എന്ന് തിരിച്ചറിയാൻ 3 കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നലെ ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞു പോയപ്പം ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. അവള് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ബോംബെയിലാണ്. അപ്പൊ അവൾ ആദ്യത്തെ ദിവസം എന്റെ പ്രസംഗമൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. 2ാമത്തെ ദിവസം ഇന്നലെ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ മലയാളം ഒന്നും എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ ഒന്ന് അധികരിച്ചുകൊണ്ട് ഞാൻ ആകെപ്പാട് വെട്ടിവേർത്ത് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ കുറച്ച് കാര്യം കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. അച്ഛൻ ഏതായാലും ഡോക്ടറേറ്റ് എടുത്ത ആളാ, ദൈവം മാറ്റി തന്നായിരിക്കും അച്ഛനെ. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കും. ഞാൻ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലെന്നൊക്കെ കരുതിയാൽ മതി. എങ്കിലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റുകൾ അതിൽ മാത്രം പറയാം, കാരണം കുഞ്ഞുങ്ങളൊന്ന് ഓർത്തിരിക്കട്ടെ. സ്വതന്ത്രരാണോ അല്ലയോ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടോ? നേരെ നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് നാവുകൊണ്ട് പറയുകയില്ല, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്കത് സാക്ഷാത്കരിക്കാൻ, സാക്ഷികളാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെപ്പോഴും രക്തസാക്ഷികളെയും പുണ്യവാന്മാരെ കുറിച്ചൊക്കെ പറയും. നമ്മുടെ പെരുന്നാളുകളൊക്കെ കെംഗേമമായി ഘോഷിക്കും. പക്ഷെ അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമുക്ക് ഈ സ്വാതന്ത്ര്യ ബോധമില്ലാത്തത് കൊണ്ടാണ്. ദൈവം തന്ന 3 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം. 1, ഫ്രീഡം ഫ്രം ദി ബോണ്ടേജ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഫ്രീഡം ഫ്രം ദി ബോണ്ടേജ് ഓഫ് ഡെത്ത്. 2013 ഗൂഗിളിന്റെ CEO ആയിരുന്ന മനുഷ്യൻ എല്ലാ ലോകത്തിൽ ഇപ്പം കണ്ടുപിടിക്കുന്നത് ഗൂഗിളില്ല, അല്ലേ? ഇപ്പൊ പാചകം അറിയാത്തവരും ഗൾഫിലോട്ട് വന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം യൂട്യൂബ് ഉണ്ടെങ്കിൽ. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, നെറ്റ് ഡൗൺ ആയാലും സ്ലോ ആയാലും കറി മൂത്തു പോകും, പൊടിയിടാൻ കഴിയാതെ പോകും. എന്റെ ചേട്ടത്തിയാര് കുഞ്ഞുങ്ങളുണ്ടായപ്പം എല്ലാം പഠിച്ചതിൽ വെച്ച് നോക്കി. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കുഞ്ഞു കുടിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറുക്ക് കൊടുക്കൊണ്ടിരിക്കുമ്പോഴോ നെറ്റ് ഡൗൺലോഡ് ഒന്നും ആകാതെ, സ്ലോ ആകാതെ സൂക്ഷിച്ചോണ്ട്. നമ്മളെല്ലാം ഗൂഗിളിന്റെ സഹായത്തോടു കൂടി ജീവിക്കുന്നവരാ, അല്ലേ? അങ്ങനെ ഇരിക്കെ ഗൂഗിളിന്റെ CEO ഇനിയും മനുഷ്യൻ അതിലംഘിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ ഒരു സാധ്യതയുള്ളൂ, മരണത്തെ കൂടെ ഓവർകം ചെയ്യാം. ഇദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത് കാലിഫോർണിയ ലൈഫ് കോർപ്പറേഷൻ, ലൈഫ് കമ്പനി. 2013 വളരെ ആഘോഷത്തോടുകൂടി മനുഷ്യന്റെ ഡേറ്റകളെല്ലാം ഒരു സോഫ്റ്റ്വെയറിലേക്ക് ശേഖരിച്ചിട്ട് മരണത്തെ ഉല്ലംഘിക്കാനുള്ള ശ്രമം നടത്തി. ഒന്നും സംഭവിച്ചില്ല. ആസിയയുടെ 40 അടിയന്തരം അവിടുത്തെ ജോലിക്കാർ കഴിച്ചെന്നുള്ളതാണ് കഥ. കാരണം ഇന്നും മനുഷ്യന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്താ? മരണം, അല്ലേ? പക്ഷെ വിശ്വാസികളായ നമുക്ക് മരണം ഒരു മതിലല്ല, മരണം ഒരു വാതില. അതിന്റെ കൃത്യമായ അടയാളം പറയുന്ന ഒരു വേദഭാഗമാണ് പുതിയ നിയമത്തിൽ യേശു തമ്പുരാൻ കരഞ്ഞ ഒരിടമുണ്ട്. എവിടെ വാ?
ഞാൻ ഇന്നലെ പറഞ്ഞു ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. എവിടെയാ? ഈ ചെവിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, ഉറക്കെ പറ. ലാസറിന്റെ കല്ലറയ്ക്കലാണ് യേശു തമ്പുരാൻ കരഞ്ഞത്. അതിന് വിശദീകരണങ്ങൾ പലരും പറയുന്ന വിശദീകരണം വേദവിപരീതമാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ലാസറിനോടും അവന്റെ സഹോദരിമാരോടുമുള്ള യേശുവിന്റെ അഭേദ്യമായ ബന്ധം കൊണ്ട്, സൗഹൃദം കൊണ്ട് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് കബറിങ്കൽ വന്ന് കരഞ്ഞത്. അതുകൊണ്ട് അവന്റെ മനുഷ്യത്വം വെളിപ്പെട്ട ഒരു അനുഭവമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ അങ്ങനെ മനുഷ്യത്വവും ദൈവത്വവും വേർതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അതിന്റെ ഏറ്റവും വലിയൊരു സിമ്പലാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വീഞ്ഞ്. പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ വീഞ്ഞ് ഉപയോഗിക്കുന്നത്? അതിനകത്ത് ചെയ്യുന്ന ഒരു കർമ്മം എങ്ങനെയാണ്? തൂയബോയിൽ ഈ വീഞ്ഞിനോടൊപ്പം അതേ അളവിൽ വെള്ളവും കൂടെ ചേർക്കും. ഫ്യൂസ്ഡ് ടുഗദർ എന്ന അതിന്റെ അർത്ഥം. ദൈവ മനുഷ്യത്വ സമന്വയങ്ങളെ പോലെ ഈ വീഞ്ഞിനോട് ഈ വെള്ളവും ചേർക്കുക, രക്തവും വെള്ളവും പോലെ ഫ്യൂസ്ഡ് ടുഗദർ. പിന്നെ അതിനെ വേർതിരിക്കാൻ കഴിയത്തില്ല. ഇതാണ് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസവും. അതുകൊണ്ട് പിന്നെ എന്തിനാണ് ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു തമ്പുരാൻ കരഞ്ഞത്? അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല. ദൈവം, ആദിയിൽ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപത്തിന് മുൻപുള്ള അവന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ദ്രവത്വമില്ലാത്ത ജീവൻ എന്നുള്ളതാണ്. അഴുകാത്ത ശരീരത്തോടു കൂടിയ ദൈവ സ്വരൂപമുള്ള മനുഷ്യരായിട്ടാണ് ആദ്യത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ പാപം ചെയ്തതിന്റെ ഫലമായി അവനുണ്ടായ ആദ്യത്തെ ഒരു ഡിസെൻഡിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദ്രവത്വം, അഴുകുന്ന ശരീരം അവനുണ്ടായെന്നുള്ളത്. അതുകൊണ്ടാണ് ലാസർ മരിച്ചിട്ട് മൂന്നാം പൊക്കമാണ് ഇവിടെ ആര് ചെല്ലുന്നത്? യേശു തമ്പുരാൻ ചെല്ലുന്നത്. അവിടെ സഹോദരി തന്നെ പറയുന്നുണ്ട്, 3 ദിവസമായി നാറ്റം വെച്ച് കാണും, അഴുകിത്തുടങ്ങി കാണും. മനുഷ്യന്റെ ഈ അഴുകലിന് മുൻപിൽ, ഈ ദ്രവത്വത്തിന് മുൻപിൽ, ശരീരപ്രകാരമുള്ളവന്റെ മരണത്തിന്റെ മുൻപാകെ സൃഷ്ടാവ് നിന്നിട്ടാണ് കരഞ്ഞത്. താൻ എത്രമേൽ സ്നേഹിച്ച് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനാ പാപം കൊണ്ടവൻ എന്തിന് അധീനനായി പോയി? മരണത്തിന് അധീനനായി പോയി. അതുകൊണ്ട് സൃഷ്ടാവ് എന്ന നിലയിലാണ് ലാസറിന്റെ കല്ലറയ്ക്കൽ ആര് കരഞ്ഞത്? യേശു തമ്പുരാൻ കരഞ്ഞത്, അല്ലാതെ മനുഷ്യത്വമല്ല. എന്നാൽ കണ്ണുനീര് കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല. തന്റെ സ്വന്തം മരണത്തിലൂടെ, സ്വന്തം പുനരുദ്ധാനത്തിലൂടെ നമുക്കൊരു വലിയ പ്രത്യാശ എന്താ? ഈ മരണത്തിനപ്പുറം നമുക്കൊരു നിത്യജീവൻ ഉണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എവിടെയാന്ന് ചോദിച്ചാൽ വരുവാനുള്ള ലോകത്തിലെ നോക്കിപ്പാർക്കുന്നു എന്നുള്ളതാ. അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് ഇപ്പുറത്തിരുന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ അരിഷ്ട മനുഷ്യരായി മാറും. പഴയ നിയമത്തിൽ മനോഹരമായ, എല്ലാവർക്കും അറിയാവുന്ന, കുഞ്ഞുങ്ങൾക്കും അറിയാം, സ്വാഭാവികമായി അറിയേണ്ടുന്ന ഒരു കഥയാണ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിൽ പറയുമ്പം ഒരുപക്ഷെ എൻ്റെ കഥകളോ എൻ്റെ ആശയങ്ങളോ എൻ്റെ വാക്കുകളോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എഗ്രി ചെയ്യുകയോ ഡിസഗ്രി ചെയ്യുകയോ ചെയ്യാം. പക്ഷെ അത് ഒമിറ്റ് ചെയ്യണോ നിങ്ങൾ എന്നോട് പറയരുത്. കാരണം അങ്ങനെ ഇവിടെ ഇരിക്കുന്ന 50 പേർക്ക് 50 കാര്യങ്ങൾ അച്ഛൻ പ്രസംഗത്തിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനോട് വിരോധം തോന്നിയേക്കാം. പക്ഷെ സദയം ക്ഷമിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ എനിക്ക് വേദപുസ്തകത്തിൽ ഇഷ്ടമുള്ള മനോഹരമായൊരു യാത്രയാണ് അബ്രഹാമിൻ്റെ യാത്ര. അബ്രഹാമിന് ദൈവം ഒരുപാട് ആഗ്രഹിച്ചതിന് ശേഷം ആഗ്രഹം അസ്തമിച്ചിടത്താണ് ഒരു വാഗ്ദാനം കൊടുക്കുന്നത്, നിനക്ക് ഞാനൊരു മകനെ തരാം. പക്ഷെ ആദ്യം കൊടുത്ത കൽപ്പന എന്താ? നീ ആകാശത്തിലോട്ട് നോക്ക്, നക്ഷത്രങ്ങൾ പോലെ തരാം. മണൽത്തരികളെ നോക്ക്, അതുപോലെ നിനക്കും സന്തതിയെ തരാം. അബ്രഹാം ചോദിച്ചു കാണും, ഇത്രയൊന്നും കിട്ടിയില്ലല്ലോ, ഒരെണ്ണത്തിനെ തരാൻ മേലായിരുന്നോ? അബ്രഹാം ചോദിച്ച സമയത്തോ ആഗ്രഹിച്ച സമയത്തോ ദൈവം കൊടുത്തിട്ടില്ല. ദൈവത്തിൻ്റെയും ഈ വാഗ്ദാനങ്ങളെ ഒരുപക്ഷെ മറന്നുപോയിടത്ത്, തൻ്റെ ശരീരം അതിന് ഉതകത്തില്ലെന്ന് രണ്ടുപേരും വിശ്വസിച്ചെടുത്ത് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുക. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസഹാക്ക്. കുഞ്ചാക്കോ ബോബന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന് അവസാനം ഒരു മകനുണ്ടായപ്പം ഇട്ട പേരെന്താ? എനിക്കിഷ്ടപ്പെട്ടു. സിനിമാ നടനാണ്, അവൻ ചെയ്ത കാര്യം കൊള്ളാം. ആഗ്രഹിച്ച പുത്രന് ഇസഹാക്ക് എന്ന് പേര്. അമ്മ പറഞ്ഞു, ഇത്രയും നാൾ എന്നെ നോക്കി പരിഹസിച്ചു, വാർദ്ധക്യത്തിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ചു, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് എന്താ ചിരി, പരിഹാസത്തെ മറയ്ക്കുന്ന ചിരി എന്ന് അവൾ പേര് വിട്ടു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം കൊടുത്ത ദൈവം തന്നെ അടുത്തത് വായിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാമിനെ പരീക്ഷിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിന്റെ വാത്സല്യപുത്രനെ എനിക്ക് ബലി കഴിക്കണം. നമ്മളാണ് എന്തോ പറഞ്ഞേനെ,
അന്നേരെ കുവൈറ്റ് മഹാഇടവകയെന്ന ഇടവക പത്രവും മേടിച്ച് വേറെ പള്ളിയുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഡിമാൻഡുകൾ ദൈവം അംഗീകരിക്കണം എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. ദൈവത്തിൻ്റെ ഡിമാൻഡുകളെ പലപ്പോഴും നമ്മൾ അംഗീകരിക്കാറില്ല. പക്ഷെ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവം കൊടുത്ത, അവൻ ആഗ്രഹിക്കാത്തടത്ത് കൊടുത്തു. അത്രമേൽ അവൻ ആഹ്ലാദിച്ചിരിക്കുമ്പം കൊടുത്ത അനുഗ്രഹത്തെ തിരിച്ചു ചോദിച്ചു. പക്ഷെ അബ്രഹാം വിമുഖത കാണിക്കുന്നില്ല. ഞാൻ വിചാരിക്കും ചങ്ക് കല്ലാക്കിക്കൊണ്ടായിരിക്കും അപ്പം പുറപ്പെടുന്നത്. ആ യാത്ര കൃത്യമായി ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നുണ്ട്. വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിനേക്കാൾ മനോഹരമായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഹാശാഴ്ചയിൽ നമ്മുടെ ആരാധനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആരാധനാ ഗീതങ്ങൾക്കിടയിൽ ചില പ്രോസുകൾ കൊടുത്തിട്ടുണ്ട്. അത് വേദപുസ്തകത്തിലെ പഴയ നിയമ മശിഹായുടെ സൂചനകളെ വിശദീകരിച്ചുകൊണ്ടുള്ള. അങ്ങനെ നോക്കിയാൽ ചൊവ്വാഴ്ച, ഹാശാ ചൊവ്വാഴ്ചയിലെ രാത്രി നമസ്കാരത്തിൽ ഒരു ഭാഗം വരുമ്പോൾ പറയുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് പുത്രനെ യാഗം കഴിക്കാൻ, ബലി കഴിക്കാനായിട്ട് യാത്ര പുറപ്പെടുകയാണ്. അവൻ കഴുതയ്ക്ക് കോപ്പിട്ടു. യാഗത്തിനുള്ള എല്ലാ വസ്തുക്കളെയും ഒരുക്കുന്നത് കണ്ടു. ആര് കണ്ടു? സാറായി കണ്ടു. ഇത്രയും നാൾ സിർലാക്ക് മാത്രം കൊടുത്ത് വളരെ കരുതലോടുകൂടി കൊണ്ടു നടന്ന കുഞ്ഞിനെയും കൊണ്ട് അപ്പൻ ഒരുങ്ങുന്നു. അമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നി. സാറാ വന്ന് അബ്രഹാമിനോടൊരു ചോദ്യം ചോദിക്കുന്നതായിട്ടാണ് പിതാക്കന്മാർ എഴുതുന്നത്. സാറാ ചോദിച്ചു, യജമാനനെ, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നീ എവിടേക്ക് പോകുക? അബ്രഹാമിൻ്റെ മറുപടി ശ്രേഷ്ഠമാണ്. അബ്രഹാം പറഞ്ഞു, എനിക്കും എൻ്റെ ദൈവത്തിനും എൻ്റെ പുത്രനുമിടയിൽ ഒരു രഹസ്യമുണ്ട്. ഇത്രയേ ഭർത്താവ് പറഞ്ഞുള്ളൂ. പറഞ്ഞ ഉത്തരം എന്താ? എനിക്കും എൻ്റെ ജീവനുള്ള ദൈവത്തിനും എൻ്റെ പുത്രനുമിടയിൽ ഒരു രഹസ്യമുണ്ട്. നമ്മുടെ പെണ്ണുങ്ങളാണ് സമ്മതിക്കുമോ? താൻ ഇത് പറയാതെ ഇവിടുന്ന് ഇറങ്ങത്തില്ല. നമ്മളറിയാത്തൊരു കാര്യം കുടുംബത്ത്. പക്ഷെ ആ സാറ വിശ്വാസികളുടെ മാതാവെന്ന് ഞാൻ അവളെ വിളിക്കും. അവൾ പറഞ്ഞ അടുത്ത വാചകം പിതാക്കന്മാർ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഒക്കെ കാര്യം പിടികിട്ടി. പന്തികേടാന്ന് മനസ്സിലായി. കുഞ്ഞ് കൈവിട്ടു പോടുവാന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അവൾ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. സാറ അടുത്ത പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, നീ സമാധാനത്താലേ പോകാം, നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കട്ടെ. നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കട്ടെ. ചങ്ക് കല്ലാക്കിയായിരിക്കാം അമ്മ ആ വാചകം പറഞ്ഞത്. രണ്ടുപേരും ഉള്ളിൽ കരഞ്ഞു. അബ്രഹാം യാത്ര പുറപ്പെട്ട മോറിയായിൽ ദൈവം കാണിച്ച സ്ഥലത്തേക്ക് 3 ദിവസം വഴി ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ദൂരവേ യാഗം കഴിക്കേണ്ട സ്ഥലം കണ്ടു. കൂടെ വന്ന ദൂതന്മാരോട്, ദാസന്മാരോട് യജമാനനായ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യ്, ഞാനും എൻ്റെ കുഞ്ഞും കൂടെ പോയാൽ മതി. ഒരുപക്ഷെ ദാസന്മാർ പോലും തടുത്തേക്കാം. അതുകൊണ്ട് യജമാനനായ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യ്, ഞാനും എൻ്റെ കുഞ്ഞും കൂടെ പോകാം. അങ്ങനെ അബ്രഹാം ചെയ്ത് കഠിനമായൊരു കാര്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇസഹാക്കിൻ്റെ തോളിലോട്ട് അവനെ യാഗം കഴിക്കേണ്ടതിനുള്ള വിറകിൻ്റെ കെട്ടെടുത്ത് അവൻ്റെ തോളിന്മേൽ വെച്ചു കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഇത് ഒരു സൂചനയാണ്, ഓർത്തിരുന്നോണം. അബ്രഹാം തോളിന്മേൽ വിറകെടുത്ത് വെച്ചു കൊടുത്തു. കത്തിയും തീയും അപ്പൻ കയ്യിലെടുത്തു. മുന്നോട്ട് നടക്കാൻ നേരത്ത് ഇസഹാക്ക് വന്ന് അപ്പനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, അപ്പച്ചാ, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നില്ലേ? എസൻഷ്യലായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. പക്ഷേ യാഗം കഴിക്കേണ്ടതിൻ്റെ യാഗബലിപീഠത്തിൽ വെക്കേണ്ടുന്ന ആടെവിടെ? സൺഡേ സ്കൂൾ അധ്യാപകരെക്കാൾ ഏറ്റവും വലിയ അധ്യാപനം വേണ്ടുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മയപ്പന്മാരാ. ശ്രേഷ്ഠനായ ഈ അപ്പൻ ആ കുഞ്ഞിനോട് ആദ്യം പറഞ്ഞു കൊടുത്തു, മകനെ യഹോവ കരുതിക്കൊള്ളും. കുവൈറ്റ് മഹാഇടവകയിലെ വിശ്വാസികൾ മക്കളോട് എന്ത് പറഞ്ഞു കൊടുക്കും? മകനെ അപ്പൻ ദർഹം കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയുമോ? കാര്യമൊന്നുമില്ല. ചിലപ്പം നിങ്ങൾ 60 വയസ്സിൽ നാട്ടിൽ ചെല്ലുമ്പം മക്കൾ കാനഡയിൽ നിന്ന് പറയും, അപ്പം വിഷമിക്കണ്ട, ഞാനെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളോട് ആദ്യം പറയേണ്ടെന്ന് വാചകം ഇതാ, മകനെ യഹോവ കരുതിക്കൊള്ളും. ഈ അപ്പൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മകനെ യഹോവ കരുതിക്കൊള്ളും. ഇന്ന് നമ്മുടെ പേരൻറ്റിങ്ങിൽ ഒരുപാട് പരാജയമുണ്ട്. എനിക്ക് ധൈര്യത്തോടു കൂടി പറയാം, എനിക്ക് പിള്ളേരില്ലാത്തതുകൊണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇന്ന് ഏറ്റവും കൂടുതൽ പരാജിതരെ കണ്ടെത്താൻ കഴിയുന്നത് പേരൻറ്റിങ്ങിലാണ്. നാട്ടിലോട്ടൊക്കെ വന്നു കഴിയുമ്പം, ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഒരു പേരൻറ്റ് വന്നു. ആ കൊച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ആലില പോലെ വരച്ച് നിൽക്കുക. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു പട്ടാളക്കാരനാ, ആ ചിട്ടയിലാണ് ഞാൻ എൻ്റെ മകനെ വളർത്തുന്നത്. ഞാൻ പറഞ്ഞു, താൻ യുദ്ധം അതിർത്തി ചെയ്താൽ മതി, വീട്ടിൽ ആരാകണം? വീട്ടിൽ വെടിവെക്കുന്ന പട്ടാളക്കാരനെ ആവശ്യമില്ല, വീട്ടിൽ ആരാകണം? സ്നേഹനിധിയായ അപ്പനാകണം. വികാരിയച്ഛൻ വീട്ടിൽ ചെന്ന് കൽപ്പന വായിച്ചാൽ മക്കൾ അനുസരിക്കുമോ?
വീട്ടിൽ സ്നേഹവാനായ അപ്പനാകണം. വേണ്ടേ? സ്കൂളിലെ അധ്യാപിക വീട്ടിൽ ചെന്ന് ഹോംവർക്ക് കൊടുക്കുന്ന വലിയ അധ്യാപികയായി പോയാൽ വീട്ടിൽ സ്നേഹനിധിയായ അമ്മയാകണം. വേണ്ടേ? ഇന്ന് പലപ്പോഴും നമുക്ക് ആ സ്നേഹം അതൊരളവോടുകൂടി കൃത്യതയോടുകൂടി കൊടുക്കാൻ പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. എൻ്റെ അപ്പൻ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു ബാല്യം എനിക്കുണ്ട്. എൻ്റെ അപ്പൻ ഒരുപാട് പ്രതിസന്ധികളിൽ ചെന്ന് ശുദ്ധനായ മനുഷ്യനാണ്. പക്ഷെ മദ്യപിച്ച് കഴിയുമ്പം പുള്ളി ലോകത്തിലേക്ക് വലിയ ശക്തിമാനാണ്. അതുകൊണ്ട് ആർക്കും എന്ത് സഹായം ചെയ്യും. അവസാനം അബദ്ധത്തിൽപ്പെട്ട് കടവും കടത്തിന്മേ കടവായിട്ട് ജീവിച്ചവരാണ് ഞങ്ങൾ. പക്ഷെ എൻ്റെ അപ്പൻ എനിക്ക് ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിലെ ഇതുപോലെയുള്ള ഒരു ആഗ്രഹങ്ങൾക്കും ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അപ്പൻ മറുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ സെമിനാരിൽ പോകാൻ നേരത്ത് പറഞ്ഞു പൊക്കോ. ഷമ്മാശനായപ്പം ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുന്നില്ല. അത് പണ്ടേ പറഞ്ഞതാ. എൻ്റെ അപ്പൻ ഒരു ആലോചന പോലും കൊണ്ടുവന്നില്ല. കെട്ടണ്ട മോനെ എന്ന് പറഞ്ഞു. ചിലപ്പോൾ അപ്പൻ്റെ ജീവിതം കൊണ്ടായിരിക്കാം. ഞാൻ പറയും എൻ്റെ അപ്പൻ എനിക്ക് നഷ്ടങ്ങളുടെ പട്ടികയല്ല. എൻ്റെ അപ്പൻ സ്നേഹനിധിയായ സ്നേഹം വാരിക്കോരുത്തുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന, കഷ്ടതയ്ക്കിപ്പുറം തന്ന ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ദേശാന്തരികളായ നാടോടികളായ ജിപ്സികളെ കുറിച്ചൊരു കഥ പറയും. അവരെക്കുറിച്ച് പറയുന്ന കഥ ഇങ്ങനെയാണ്. അവരിങ്ങനെ ദേശാന്തരികളായിട്ട് നടക്കിയ ഒരു കൂട്ടമായിട്ട് അവരെവിടെയെങ്കിലും ഒരു നാട്ടിൽ ചെല്ലും. തക്കതായ കാലാവസ്ഥ കിട്ടുമ്പോൾ അവിടെ 1-2 മാസം താമസിക്കും. അവർക്ക് അവിടെ വെച്ച് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരുടെ ഇടയിൽ ഒരു നടപടിക്രമമുണ്ട്. ആ അമ്മ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു ആരാധനാലയത്തിൽ പോകണം. എന്നിട്ട് ആ ആരാധനാലയത്തിൻ്റെ പടവുകളിൽ സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കിടത്തണം. എന്നിട്ട് അമ്മ അങ്ങ് പോകണം. മുതിർന്നവരത് കണ്ടിട്ട് ഈ അമ്മയോട് ചോദിക്കും, അയ്യോ നിന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ പടകിൽ കിടത്തിയിട്ട് പോയാൽ നല്ല വെയിലല്ലേ, ചൂടേറ്റ് നിന്റെ കുഞ്ഞ് വാടിപ്പോകത്തില്ലേ? താഴെ കാടാണ്, കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ വന്ന് നിന്റെ കുഞ്ഞിനെ അപഹരിച്ചുകൊണ്ട് പോകത്തില്ലേ? രാത്രി നല്ല കുളിരാണ്, നിന്റെ കുഞ്ഞ് മരവിച്ച് പോകത്തില്ലേ? അപ്പം ഈ അമ്മ പറയേണ്ടുന്ന ഒരു ഉത്തരം അവർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഇതെൻ്റേതല്ല, ദൈവം തന്ന ദാനമാണ്. എന്ത് പറയണം? അതിനിതെൻ്റേതല്ല, ദൈവം തന്ന ദാനമാണ്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്? നമ്മളെപ്പോഴും പറയും എൻ്റേതാ എൻ്റേതാ അല്ലേ? വഴക്കുണ്ടാക്കുമ്പം മാറുകയും ചെയ്യും. നമ്മൾ പറയും വിത്ത് ഗുണം 10, ഏലിയാസ് തിരുമേനി പറയും പാത്ര ഗുണം 18. നല്ലതൊക്കെ നമ്മുടേതും ചീത്തയൊക്കെ ജീവിത പങ്കാളിയുടെയും. അങ്ങനെയല്ല, രണ്ടുപേരും വെച്ച്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ, പഠനത്തിന് പോകുമ്പോൾ, ആരംഭിക്കുമ്പം എൻ്റെ തലയൊക്കെ വെച്ചിട്ട് മനസ്സിൽ പറയണം, അപ്പാകാത്തോണം അതിന് ഇതെൻ്റേത് മാത്രമല്ല, നീ തന്ന ദാനമാണ്. ഇതൊരു വലിയ പാഠമായിട്ട് എടുക്കണം. അതുകൊണ്ടാണ് അബ്രഹാം മരണത്തിലേക്കാണ് ഈ കുഞ്ഞിനെ വിടുന്നതെന്ന് അറിഞ്ഞിട്ടും അബ്രഹാം ചങ്ക് കല്ലാക്കി കുഞ്ഞിനെ കൊണ്ട് പോകുക. എനിക്കതിനകത്ത് അതിശയം തോന്നിയത് അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ടിട്ടല്ല, അദ്ദേഹത്തിന് ടൈറ്റിൽ കൊടുത്തത് കൊണ്ടല്ല, ഷെവലിയാർ വട്ടം കൊടുത്തത് കൊണ്ടല്ല. ഞാൻ ആ രംഗത്ത് കാണുന്ന മറ്റൊരു മനുഷ്യൻ മറ്റാരുമല്ല, ഇസഹാക്ക. അബ്രഹാം ബലിപീഠമൊരുക്കി തൻ്റെ കുഞ്ഞിൻ്റെ കൈയും കാലും കൂട്ടിക്കെട്ടി ഒന്നും ചെയ്യാത്ത നിഷ്കളങ്കനായ തൻ്റെ പുത്രനെ യാഗപീഠത്തിൽ കിടത്തി. എവിടം വരെ ദൈവം പരീക്ഷിച്ചു എന്നാണ് പറഞ്ഞത്? കൈ നീട്ടി വാളെടുക്കുന്നിടം വരെയും വാളോങ്ങുന്നിടം വരെയും ദൈവം പരീക്ഷിച്ചു. നിങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു വാക്യം കാണിച്ചു തരാവോ? ഇസഹാക്ക് കുതറി ആ വിറകിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. നിങ്ങളുടെ പിള്ളേരാണെ കിടക്കുമോ? എപ്പം അതിനകത്തുനിന്നൊരു വിറകഷ്ണം എടുത്ത് നമ്മുടെ പെടലിക്ക് കീച്ചെന്ന് ചോദിച്ചാൽ മതി. ഇസഹാക്ക് കുതിരാതെ കിടന്ന യാഗപീഠത്തിലാണ് ഏറ്റവും വലിയ വിശ്വാസം കാണുന്നത്. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ ഉത്തരവിധിയുള്ളൂ. കുതിരാത്ത ബലിയുടെ, ദൈവം ജീവിതത്തിൽ വെക്കുന്ന അനുഭവത്തിൽ കുതിരാത്ത, ഇറങ്ങിയോടാത്ത ബലിയുടെ പേരാണ് വിശ്വാസം. ഞാൻ അതുകൊണ്ട് പറയും, ഇസഹാക്ക് എവിടെ നിന്നാണ് വിശ്വാസം പഠിച്ചതെന്ന് ചോദിച്ചാൽ സൺഡേ സ്കൂളിൽ നിന്നെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയും, ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായ സൺഡേ സ്കൂൾ കിടക്കുന്നതെന്ന്. അതുകൊണ്ട് കുവൈറ്റുകാരെ സംബന്ധിച്ചുകൊണ്ടല്ല, ഞാൻ ഇന്നലെ ഒരു കഥ പറഞ്ഞിട്ട് ഇവിടുത്തെ ഗതാഗത മന്ത്രിക്ക് ഉറക്കമില്ലായിരുന്നെന്നാണ് കേട്ടെ. എന്നിട്ട് ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം, ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കുവൈറ്റുകാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് ഓർത്തോണം. ഇന്നലെ പാവം പിടിച്ച് സഹിച്ചാൻ ആകാശത്തിലായിരുന്നെന്നാണ് ഞാൻ കേട്ടെ. അതുകൊണ്ട് താഴെ ഇറങ്ങിയോ അറിയത്തില്ല, വന്നിട്ടുണ്ടല്ലോ അല്ലേ? കേരളത്തിലാണ് ഞാൻ പറയും
ഔദ്യോഗിക വിദ്യാഭ്യാസം വേണ്ടാത്ത 2 ജോലിക്കാരേ ഉള്ളൂ. ഒന്ന്, കേരളത്തിൽ മന്ത്രിയാകാൻ യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട. വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ടാത്ത ഒരേ ഒരു സ്ഥലമാണ് കേരളം എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നെ കൈകാര്യം ചെയ്യാൻ പുറത്തിറങ്ങിയുമ്പോൾ. 2, സൺഡേ സ്കൂൾ അധ്യാപകനാകാൻ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നാട്ടിൽ അത്യാവശ്യം പള്ളിയിൽ വരുന്ന ഒരു അച്ചായനെ പിടിച്ച് ഇയാൾ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുക. ഇതുവരെ സൺഡേ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ ഇവിടുന്ന് പോയാൽ പിന്നെ അയാളുടെ ജീവിതം എന്തിയാ. പക്ഷെ ആ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണം. ഞാൻ മർത്തോമ സെമിനാരിയിലാണ് MTH ചെയ്തത്. അവിടെ ചെന്നപ്പം അവിടുത്തെ മുൻ പ്രിൻസിപ്പൾ പോത്തനച്ചൻ അവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിക്കും, ഒരു വൈദികൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം എപ്പോഴാണ്? ഞങ്ങളൊക്കെ ആറ്റ് നോക്കിയിരിക്കുന്ന സമയം. എൻ്റെ ഒന്നും ആയുസ് അത്ര എത്തുകയില്ല, അതുകൊണ്ട് റിട്ടയർമെൻറ്റ് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കയ്യിലിരിപ്പ് കൊണ്ടല്ല, ആരോഗ്യസ്ഥിതി കൊണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞു 65 വയസ്സ്. അച്ഛന്മാരുടെ റിട്ടയർമെൻറ്റ് പ്രായം 65. അച്ഛൻ പറഞ്ഞു അല്ല, നമ്മുടെ റിട്ടയർമെൻറ്റ് പ്രായം, പ്രത്യേകിച്ച് ഇനി കേട്ടോണം, സൺഡേ സ്കൂൾ അധ്യാപകരുണ്ടെങ്കിലും കേട്ടോണം, ഇത് ഒരു സ്വന്തം പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ്, കുവൈറ്റുകാരെ കുറിച്ചല്ലേ. എപ്പോഴാണ് നമ്മൾ റിട്ടയർ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അതിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് തോന്നി അപ്പം നിർത്തിക്കണം. യു ഷുഡ് കിറ്റ്. 2, ഞാൻ ചെയ്യുന്ന കാര്യം ഉത്സാഹത്തോടെ ചെയ്യാൻ എനിക്ക് കഴിയാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? നിർത്തിക്കോണം. ഇതാ റിട്ടയർമെൻറ്റിൻ്റെ മാനദണ്ഡം. 2 കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കൊരു പ്രയോജനം കിട്ടാതിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ വായിക്കോട്ട് വിട്ട് കാണിച്ച് ഞാൻ അപ്പോൾ പ്രസംഗം നിർത്തും എന്ന് പറഞ്ഞ് ആരും പെട്ടെന്ന് ചെയ്യരുത്. 2, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം ഉത്സാഹത്തോടെ ചെയ്യാൻ. ഞങ്ങളുടെ പൗരോഹിത്യ വൃത്തി നിരാശയോടെ ചെയ്താൽ അന്ന് റിട്ടയർമെൻ്റ് എടുക്കണം, വേണ്ടേ? ഇടുന്ന വസ്ത്രത്തോടും ചൊല്ലുന്ന വിശുദ്ധ കുർബാനയോടും ആത്മാർത്ഥത ഇല്ലാതെ പോയാൽ അന്ന് റിട്ടയർമെൻറ്റ് പ്രായമാ. ഇത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇത് ഞാൻ സന്ദർഭവശ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രേഷ്ഠരാക്കുക ആദ്യത്തെ വിദ്യാഭ്യാസം കുടുംബത്തിൽ നിന്നാന്ന് പറയും. ക്രൈസ്തവ വിദ്യാഭ്യാസവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതും ഭവനത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ വെച്ചിട്ട് പറയണം, ഇതെൻ്റേതല്ല, ദൈവം തന്ന ദാനമാ. ഇങ്ങനെ പഠിപ്പിച്ച ഒരു അപ്പൻ്റെ കഥയാണ് പറഞ്ഞത്. കഥ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും നീട്ടിയത്. എങ്ങനെയാണ് ഇനി ഇസഹാക്ക് രക്ഷപ്പെട്ടത്? 8 നോമ്പ് പെരുന്നാളിൽ ഇരിക്കുകയല്ലേ, കന്യകമറിയാമിൻ്റെ വരദാനങ്ങളെല്ലാം സ്വീകരിക്കാനിരിക്കുകയല്ലേ. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കന്യകമറിയാമിനെ നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണെന്ന് പറയാമോ? സമ്മാനം തരാം. യോശുവ പറയാവോ? നീട്ടിക്കെട്ടി നമ്മൾ പാടുന്നതാ. കുഞ്ഞാടിനെ വൃക്ഷം നൽകി. ആണോ? ഇത് ഞാൻ മാത്രമല്ല പാടുന്നത്, നമ്മളെല്ലാവരും കൂടെ പാടുന്ന പാട്ടാ. അടുത്തത്, വാളോങ്ങി നിൽക്കുന്ന അബ്രഹാം കേട്ട ശബ്ദം എന്താ? അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അവിടെ ഡേറ്റ സ്ലോ അല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ ശബ്ദം വന്നു. അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ഇനി യാഗം മുടക്കുകയും വേണ്ട. യാഗത്തിനുള്ള ബലിവസ്തു എവിടെയുണ്ട്? നീ അങ്ങോട്ട് നോക്ക്. ഒരു കരുവേലകത്തെ, ഒരു വൃക്ഷത്തിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ നീ കാണും. ഈ വൃക്ഷത്തിൻ്റെ പേരാണ് കന്യകമറിയാം. നമ്മുടെ മരണത്തെ, നമ്മുടെ ദ്രവത്വത്തെ അതിജീവിക്കുവാൻ നമ്മെ ജീവിതാനുഭവങ്ങളിൽ അങ്ങനെ ഒരു ഉറപ്പ് തന്ന, വാഗ്ദാനം തന്ന യേശു ക്രിസ്തു പറയുന്നു, ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ അധീനതയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഞാൻ 33 വയസ്സിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ധൈര്യത്തോടു കൂടി പറയാം, ഇന്നെന്നെ ദൈവം രാത്രി വിളിച്ചാൽ ഐ ആം ഹാപ്പി. അത് കല്യാണം കഴിക്കാത്തത് കൊണ്ടോ, ഭാവിയെ കുറിച്ച് പ്രത്യാശയില്ലാത്തത് കൊണ്ടോ, പിള്ളേരില്ലാത്തത് കൊണ്ടോ അല്ല. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വിശ്വാസത്തെ എന്നെ മാനസാന്തരപ്പെടുത്തിയ ഒരു കഥയുണ്ട്. മറ്റൊന്നുമല്ല, ക്രൈസ്തവ പീഡനം നടന്ന സമയത്ത് ഒരു പുരോഹിതനെ പിടിച്ചുകൊണ്ടുപോയി ചക്രവർത്തി പിടിച്ചുകൊണ്ടുപോയി. പുരോഹിതനോട് ഒറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ, ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പറയണം. അദ്ദേഹം വശംവദനായില്ല. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, ജീവിത പങ്കാളി അദ്ദേഹത്തെ തടവിൽ കാണാൻ വന്നു. ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, ഒറ്റ വാക്ക്, ഒരു വാക്കുകൊണ്ട് ക്രിസ്തുവിനെ ഒന്ന് തള്ളിപ്പറഞ്ഞ രക്ഷപ്പെടരുതോ? അത് ഹൃദയം കൊണ്ട് പോലും പറയണ്ട, നാവ് കൊണ്ട് പറഞ്ഞാൽ മതി. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എടി, ഞാനിങ്ങനെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പുറത്തോട്ട് വന്നാൽ എത്ര നാൾ ജീവിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, നമ്മൾ ചെറുപ്പമല്ലേ, കുറഞ്ഞൊരു 30 വർഷം നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കരുതോ? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്,
എനിക്ക് 30 വർഷം പോരാ, 30,000 കോടി വർഷം എൻ്റെ ദൈവത്തോടൊപ്പം ജീവിക്കണം. അന്ന് തൊട്ട് എനിക്ക് വലിയ പ്രത്യാശ തന്ന ഒരു വലിയ അനുഭവമാണ്. ഈ ലോകത്തിൽ കൂടിയാൽ നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കും? വെന്റിലേറ്ററും കൂടെ വെച്ചാ 100 വരെ. കാശുള്ളവരാണെങ്കിൽ വെന്റിലേറ്റർ കുറച്ചുകൂടെ പോകാം. കുറച്ച് കഴിയുമ്പോൾ ആശുപത്രിക്കാരും മടുക്കും, ഇല്ലേ? എത്ര വരെ പോകാം? 100, 110. അത് കഴിഞ്ഞാലോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഒരു ക്രിസ്ത്യാനിയായതിലുള്ള ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനപ്പുറം നൂറ്റാണ്ടുകൾ നീളുന്ന ഒരു ഇൻഫിനിറ്റ്. അതുകൊണ്ടാണ് പ്രൊമിയോൻ സദറാകൾ ചൊല്ലുമ്പം ആദ്യത്തെ പ്രൊമിയോൻ ചൊല്ലുന്നിടത്ത് അച്ഛൻ അവസാനം ഒരു കാര്യം പറയും, അച്ഛന്മാരൊരു ഗുമ്മിന് പറയുന്നതാണ് നമ്മുടെ വിചാരം, അല്ലേ? ഇരിക്കട്ടെ, ഒരു കൊതുക് പോലെ ഇരിക്കുന്ന അച്ഛനാണല്ലോ അത് പറയുന്നത് അങ്ങോട്ട്. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങളുടെ ആയുസ്സിൻ്റെ നാളൊക്കെ അതിൻ്റെ അർത്ഥം ഇവിടം കൊണ്ട് അവസാനിക്കുക. പരിധി നിർണ്ണയിക്കാൻ പാടില്ലാത്ത യുഗങ്ങളോളം ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഇതൊരു വലിയ വിശ്വാസമാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകേണ്ടുന്നവരാ. പക്ഷെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ നിരാശയുടെ മതിലല്ല. ജീവിതത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞു, ഈ ലോകത്തിനപ്പുറം ഒരു വാതിലാണ് മരണം. ആ മരണം നിങ്ങളെ നശിപ്പിക്കുന്നതല്ല. അതുകൊണ്ടാണ് മരിച്ചവരുടെ ഓർമ്മ നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കുരിശ് വെക്കും, 2 തിരി അപ്പുറം ഇപ്പുറം കത്തിക്കും, എന്നിട്ടാണ് ധൂപം വെക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? മരിച്ചവർ ഓടി വന്ന് പായ നിൽക്കുമെന്നാണോ? അല്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ വാങ്ങിപ്പോയവരെ നമ്മൾ കാണുന്നത് ഈ ക്രിസ്തുവിലാണ്. സജീവമായ തിരിയുടെ വെളിച്ചത്തിൽ നിൽക്കുമ്പം അതിൻ്റെ അർത്ഥം അവരിന്നും സജീവരായി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകണ്ടേ? ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഡെത്ത്. മരണത്തിനെ അതിലംഘിക്കുവാൻ തക്കവണ്ണം അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നമുക്കിടയാകണം. പുത്രൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഡെത്ത്. രണ്ടാമത്തേത് ഫ്രീഡം, ദ ബോണ്ടേജ് ഓഫ് ഡിസ്റെസ്പെക്റ്റ്. അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞു, മാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സമൂഹത്തിൽ അപമാനത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും. അതുകൊണ്ടാണ് ഏത് തരക്കാർക്കും അഭയം കണ്ടെത്താൻ പറ്റുന്ന മനുഷ്യനെ മനുഷ്യൻ എന്ന നിലയിൽ വളരെ സീരിയസ് ആയിട്ട് എടുത്ത ഒരാളുടെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പേര് പറയാൻ കൊള്ളാവുന്ന ആളുകളെക്കാൾ കൂടുതൽ സമൂഹത്തിൽ അത്രമേൽ ഉയർന്നവരല്ലാത്തവരെല്ലാം വന്നടുത്ത ഒരാളുടെ പേരായിരുന്നു യേശു ക്രിസ്തു, അല്ലേ? ചുങ്കക്കാര്, വേശ്യകള്, പാപികള്, ഇവരെല്ലാവരും വന്ന അടുത്ത ആളുടെ പേരാണ് യേശു. പക്ഷേ യേശു തമ്പുരാനെ കുറിച്ച് പറയുന്ന വലിയ സാക്ഷ്യം, 33.5 വയസ്സിലെ ഈ ലോക ജീവിതത്തിൽ അവൻ്റെ സാക്ഷ്യം, ഈ വന്നവരൊക്കെ അവൻ്റെ ജീവിതത്താൽ സ്വാധീനിക്കപ്പെട്ടതല്ലാതെ അവരുടെ ആരുടെയും കളങ്ക ജീവിതം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കണ്ടെത്തപ്പെടുന്നില്ല. ഉണ്ടോ? ഇതൊരു വലിയ ഭാവമാണ്. എല്ലാ മനുഷ്യരും അവരിലേക്ക് സ്വാധീനിക്കപ്പെട്ടു. എൻ്റെ കാരണം ഇവൻ ആരാ? അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാ. ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഡിസ്റെസ്പെക്റ്റ്. പഴയ നിയമത്തിലൊരു കഥാപാത്രം, എനിക്ക് പഴയ നിയമം വളരെ ഇഷ്ടമായതുകൊണ്ടും ഉദാഹരണം പറയാൻ എളുപ്പമായതുകൊണ്ടുമാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. പഴയ നിയമത്തിൽ ഒരു പെൺകിടാവിനെ പരിചയപ്പെടുത്താം. An ill-treated slave girl, triply oppressed slave girl. എല്ലാ വിധത്തിലും തിരസ്കരിക്കപ്പെട്ട ഒരു അടിമ പെൺകുട്ടി. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ ദാസിയായ ഹാഗാർ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹാഗാർ എന്ന് പേരിടുവോ? എന്നാ 3 വെച്ച് കഴിഞ്ഞു. എന്നാ ഇട്ടാ എന്നാ കുഴപ്പം എന്നാ? ഞാൻ കുവൈറ്റ് വന്നതുകൊണ്ട് മാത്രം ഇത്ര ശാന്തനായിട്ടിരിക്കുന്നത് കേട്ടോ. ഒട്ടനെ പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? ഇനി ഇടാവോ ഇല്ലയോ എന്നുള്ള ബാക്കി കാര്യം കൂടെ കേട്ടോ. ജീവിതത്തിൽ എല്ലാ നിലകളിലും അപമാനിക്കപ്പെട്ടവളും സ്വന്തം ജീവിതത്തിൻ്റെ മേൽ അധികാരമില്ലാത്തവളുമായിരുന്നു ആര്? ഹാഗാർ. അതുകൊണ്ടാണ് പറയുന്നത് ട്രിപ്ലി ഒപ്രസ്ഡ് വുമൺ. ഇന്ന് സ്ത്രീ സമത്വം പറയുന്ന, അല്ലേ, എന്നെ പറഞ്ഞാലും ആണുങ്ങൾ തെങ്ങേ കയറിയാൽ ഞങ്ങളും തെങ്ങേ കയറും, ആണുങ്ങൾ JCB ഓടിച്ചാൽ ഞങ്ങളും JCB ഓടിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് ഭയങ്കര വിരോധമാണ്. നമ്മൾ പറയുന്നത് 50-50 എന്നാണ്. സത്യത്തിൽ നിങ്ങൾ മന്ദബുദ്ധികളായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എൻ്റെ നോട്ടത്തിൽ 75 നിങ്ങളും 25 ഉള്ളൂ ഞങ്ങൾ ശതമാനം. കാരണം ഒരമ്മയെപ്പോലെ കഴിവുള്ള ഒരു സ്ത്രീഭാവം വേറെ ഉണ്ടോ? ഇല്ല. ഏത് കൊലകമ്പനും മുട്ടുകുത്തുന്ന ഒരേ ഒരു സ്ഥലം അമ്മയാ, അല്ലേ? പക്ഷെ എന്നിട്ടും പറയാം ഞങ്ങൾക്ക് 75 വേണ്ട, 50 മതി, 50 ഞങ്ങൾ തെങ്ങേ കയറും.
അതുകൊണ്ട് ബുദ്ധി കുറച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവളെ സംബന്ധിച്ചുകൊണ്ട് ഇവൾ ആദ്യം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ്. ഫസ്റ്റ് ഒപ്രഷൻ എന്താ? അവളുടെ ജെൻഡറാണ്. അവളൊരു പെൺകുട്ടിയായി പോയെന്നുള്ളത്. അതുകൊണ്ടാണ് യജമാനത്ത് തീരുമാനിക്കുകയാണ്, നിന്റെ ഗർഭപാത്രം സർഗേറ്റീവ് പ്രഗ്നൻസിയോ അങ്ങനെ വിചാരിച്ചാൽ അബ്രഹാമിനോട് പറഞ്ഞാൽ എടുക്കാൻ പറഞ്ഞാൽ നീ പൊക്കോ. സ്വന്തം ജീവിതത്തിന്മേൽ അധികാരമില്ലാത്തവൾ. 2, നാഷണാലിറ്റി ഇല്ലാത്തവളാ. ഏത് ദേശക്കാരിയാന്ന് പറയാൻ പാസ്പോർട്ടോ വിസയോ ഇല്ലാത്തവളായിരുന്നു അല്ലേ. 3, അവളുടെ ജോലി എന്താ? ഒരു മെയ്ഡാ, ഒരു വേലക്കാരത്തിയാ. നമ്മൾ ആരും പരിഗണിക്കാത്ത, ആരെങ്കിലും വന്നാൽ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഒളിച്ചു നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവളാ. ഇവളെ ആരും കണ്ടില്ല, കാണേണ്ടതുപോലെ ആരും കണ്ടില്ല. സാറായുടെ ഉദരത്തിൽ ഇത് സാധ്യമാകത്തില്ല എന്ന് മനസ്സിലാക്കിയ സാറ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? ഒരു സർഗസിക്ക് ഒരു സ്ത്രീ നമ്മുടെ അടുത്തില്ലേ, അവളെ നീ ഉപയോഗിച്ചു. അങ്ങനെ അബ്രഹാം അവളുടെ അടുക്കലേക്ക് ചെന്നു. അവൾ ഗർഭവതിയായെന്ന് പറയുന്നുണ്ട്. കഥയൊന്നും വിശദീകരിക്കുന്നില്ല ഞാൻ, കാരണം ഹിസ്റ്ററി പറഞ്ഞ അന്നേരം നമ്മൾ ഉറങ്ങിപ്പോവും അല്ലേ. അതുകൊണ്ട് കഥയൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ അടുത്ത വാചകം 16-ാം അധ്യായം പറയുന്നത് ഇങ്ങനെയാണ്: ഹാഗാർ ഗർഭവതി എന്ന് കണ്ടപ്പം സാറായുടെ കോപം അവളുടെ മേൽ ജ്വലിച്ചു. അവളുടെ മുഖം മുൻപിലത്തേതുപോലെ അല്ല. തനിക്ക് കിട്ടാത്തൊരു അനുഗ്രഹം അവൾക്ക് കിട്ടിയതിലുള്ള ഈശ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവിടെ എന്ത് ചെയ്തു? പീഡനം സഹിക്കവയ്യാതെ അവൾ ഓടിപ്പോയെന്നാണ് പറയുന്നത്. ഹാഗാർ ഓടി ഒരു മരുഭൂമിയിലേക്ക് പോയി. നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികൾ വരുമ്പം നമ്മൾ നെട്ടോട്ടോടും, ആരും കണ്ടിട്ടില്ല. പക്ഷെ ഹാഗാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദൈവാനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ ഓടിയപ്പം അവിടെ പുറകെ ഓടി ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയ ആളാണ് ഹാഗാർ. മനസ്സിലായോ? അവൾ ഓടിയ പുറകെ ആരും കൂടി ഓടി? ദൈവം ഓടി. അങ്ങനെ തന്നെ വേദപുസ്തകം വായിക്കണം കേട്ടോ. ഹാഗാർ മരുഭൂമിയിൽ ഗർഭവതിയായി കരഞ്ഞപ്പം ദൈവം പുറകെ ചെന്നു. എന്നാൽ ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നുണ്ട്, കണ്ടിച്ചോരയില്ലാത്ത ദൈവം പീഡനം സഹിക്കുക വയ്യാതെ ഓടിയ ഹാഗാറിനോട് പറഞ്ഞ വാഗ്ദാനം എന്താണെന്നറിയാവോ? ഹാഗാറേ, അതും വിളിക്കുന്നത് നേരെ ഹാഗാറേ എന്നല്ല, സാറായുടെ ദാസിയായ. ഈ ടൈറ്റിലൊന്ന് മാറാൻ വേണ്ടിയിട്ടല്ല അവൾ ഓടിയത്. പക്ഷെ ദൈവം പുറകെ വന്ന് അവളെ വിളിച്ച പേരെന്താ? സാറായുടെ ദാസിയായ ഹാഗാറേ. അവൾ എന്തോന്ന് വിളി കേട്ടു. ഇനി അടുത്തത് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കാണുമോ? അല്ലേ, 8 നോമ്പിന് ദൈവമാതാവിനോട് പറയേണ്ട അപേക്ഷ ഇപ്പോഴേ നമ്മൾ എഴുതി വച്ചിരിക്കുക അല്ലേ. കുവൈറ്റ് ദിനാറിന് വില കൂടണം അല്ലേ. നാട്ടിലാണെങ്കിൽ എന്തെല്ലാം വിഷയം, പൂവൻ കോഴി മുട്ടയിടണമെന്ന് വരെ എഴുതി വെക്കുന്നവരുണ്ട്. നിങ്ങൾ ആ സാഹചര്യങ്ങളെയൊക്കെ പറയുന്നതിന് മുമ്പ് ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഓടിപ്പോന്ന് ജീവിതം മടുത്ത് ശരീരം കൊണ്ടും ക്ഷീണിച്ച് മാനസികമായി ഒറ്റപ്പെട്ട പെൺകുട്ടിയോട് പുറകെ വന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ തിരിച്ച് നിന്നെ പീഡിപ്പിച്ച സാറായുടെ അടുക്കലേക്ക് ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഇതെന്നാ ദൈവമായത്? ദൈവം അവളോട് പറഞ്ഞ വാക്കാ. നീ മടങ്ങിപ്പോയി നിന്നെ പീഡിപ്പിച്ച സാറായ്ക്ക് കീഴടങ്ങിയിരിക്കുവീൻ. നമ്മളാണ് എന്ത് ചെയ്തേനെ? ദൈവത്തോട് ബൈ ബൈ പറഞ്ഞേനെ. പക്ഷെ ഹാഗാർ മടങ്ങിപ്പോയെന്നാണ്. പക്ഷെ ദൈവം അവളുടെ ജീവിതത്തിൽ എന്താ ഉദ്ദേശിച്ചത്? നിന്ന സഹിച്ചവളെ ദൈവം എന്തിനാണ് വീണ്ടും പീഡനത്തിൻ്റെ ഭവനത്തിലേക്ക് വിട്ടത്? അവളെ രണ്ടാമതൊരു ഓടിപ്പോക്ക് നടത്തുന്നുണ്ട്. പക്ഷെ ദൈവം അവളോടൊരു വാഗ്ദാനം പറഞ്ഞു, ഹാഗാറേ, നീ കരയണ്ട. നിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നവൻ ഒരു വലിയ ജനതയുടെ പിതാവാകും, ഇസ്മായേൽ. ആ ജനത സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയ്ക്ക് പിതാവായി അവൻ മാറും. നീ അടിമ പെൺകുട്ടിയല്ലേ, എല്ലാ നിലയിലും അടിമയാക്കപ്പെട്ടവൾ, സ്വന്തം ജീവിതത്തിൻ്റെ അധികാരമില്ലാത്തവളല്ലേ. എന്താണ് ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, നിന്റെ നിന്ന് നീക്കാൻ ദൈവ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നിന്നിൽ നിന്നൊരു പ്രജയെ എഴുന്നേൽപ്പിക്കും, നിനക്കൊരു മകനെ തരും. അവൻ ആരാകും? കാട്ടുകഴുതയെ പോലെ ആർക്കും മെരുങ്ങാത്തവനാവും. അവനൊരു അടിമയല്ല, അവൻ്റെ വംശവും അടിമയല്ല. പിന്നെ നീ ആരാകും? നീ സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയുടെ മാതാവെന്ന് അറിയപ്പെടും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പലവിധമാണ്. നമ്മളോർക്കും, എന്തിനാ ഈ അപമാനത്തിൽ എന്നെ ദൈവം കൊണ്ടുവന്നിട്ടത്, നിന്നയുടെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടത്? ഞാൻ പറയും, മടങ്ങിപ്പോ, നിന്നയിലേക്ക് തന്നെ തലകുനിച്ചിരിക്കുന്ന ദൈവം പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവന് വീണ്ടും തരാൻ ഒരു അനുഗ്രഹമുണ്ടെന്നുള്ളതാ.
ഹാഗാറിന്റെ ജീവിതം അതല്ലേ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത് അവൾ ഓടുന്നുണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട്. മരുഭൂമിയിലിരുന്ന് അബ്രഹാം കൊടുത്ത അവകാശം തീർന്നു. അബ്രഹാം വളരെ ജെന്റിലായിട്ടാണ് നിൽക്കുന്നത്, സാറായെ പിണക്കാതെ നിൽക്കുക. അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്തുവിട്ട് ഹാഗാറിനെ ഓടിച്ചു വിട്ടു. പക്ഷേ മരുഭൂമി ചെന്ന് അധികമാകുന്നതിന് മുമ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ തീർന്നു. കുഞ്ഞിൻ്റെ കരച്ചിലും മരണവും കാണാതെ ഹാഗാർ മാറിക്കരഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ ദൈവം പുറകെ വന്നു. അതാ പറഞ്ഞത്, നമ്മൾ കരയുമ്പം നമ്മുടെ പുറകെ വരുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം, ജീവിതത്തിൽ ഈ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. ഒറ്റപ്പെടുന്ന പല അനുഭവങ്ങളുണ്ടാകാം. അന്നേരമാണ് പറയേണ്ടുന്നത്, ഇത്രയും നാൾ എൻ്റെ സുഖലോലിതയും ഞാൻ കാണാത്തൊരു ദൈവത്തെ ഇപ്പം ഞാൻ കണ്ടു. ഹാഗാർ ദൈവത്തിന് പേരിട്ടവളാണ്. ദൈവം അടിമപ്പെൺകുട്ടിക്ക് ഒരു പേരിട്ടു. എന്നാൽ ദൈവത്തിന് പേരിടാൻ അവകാശമുള്ളവളുടെ പേരാണ് ഹാഗാർ. അവൾ ദൈവത്തിന് പേരിട്ടത് ഇങ്ങനെയാണ്, എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. എൽ റോയി, എന്നെ കണ്ടവനെ ഞാനും കണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പിള്ളേരുണ്ടായ എന്നാ പേരിടും? ബുദ്ധിമുട്ടുണ്ടോ? ഹാഗാർ പറഞ്ഞു, എൻ്റെ ഓടിപ്പോക്കിൽ എൻ്റെ പുറകെ വന്ന് എൻ്റെ ജീവിതത്തെ കണ്ടവനെ, എൻ്റെ നിന്നയെ മാറ്റിയവനെ, എൻ്റെ ഡിസ്റെസ്പെക്റ്റിൻ്റെ ബോണ്ടേജ്, അപമാനത്തിൻ്റെ നുഖത്തെ മാറ്റിക്കളഞ്ഞവനെ ഞാൻ ഇന്ന് കണ്ടിരിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യർ നമ്മളെ നിന്ദിച്ചേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം, എല്ലാ വിധത്തിലും നമ്മളെ മാറ്റി നിർത്തിയേക്കാം. നമ്മൾ ആഗ്രഹിച്ച നിലയ്ക്ക് അവരെ അംഗീകരിച്ചില്ലെന്ന് വരാം. ഒരുപക്ഷെ ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. പലപ്പോഴും പ്രവാസികൾക്കുണ്ടാകുന്ന വലിയൊരു ദുഃഖം അതല്ലേ. പക്ഷെ തിരിച്ചു ചെല്ലുമ്പം അംഗീകരിക്കേണ്ടതുപോലെ ചിലപ്പോൾ അംഗീകരിച്ചില്ലെന്ന് വരാം. ഓർത്തോണം, മനുഷ്യർ അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ നിന്നയെ മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ടാകും. ഇന്ന് ജാടകളുടെ കാലമാണ് അല്ലേ. എവിടെ ചെന്നാലും ആളുകൾ ജാട കാണിക്കും. പള്ളി വന്ന അച്ഛന്മാർ ജാട കാണിക്കും അല്ലേ. ആശുപത്രി ചെന്ന നേഴ്സുമാർ ഭയങ്കര ജാട കാണിക്കും. രാഷ്ട്രീയക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ജാട കാണിക്കും. എല്ലായിടത്തും ജാടകാരുടെ കാര്യം. ഇപ്പം ക്രിസോസ്റ്റം തിരുമേനി ഒരു തമാശ പറയാറുണ്ട്. നിങ്ങൾ ചിലർ എന്നെ വായിക്കോട്ടെ വിട്ട് കാണിക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഞാനൊരു തമാശയിലേക്ക് കടന്നു. ക്രിസോസ്റ്റം തിരുമേനി, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം പറഞ്ഞു വായിക്കോട്ടെ പിടിച്ച് അപ്പം പ്രസംഗം നിർത്താമെന്ന്. അതുകൊണ്ടായിരിക്കും ചിലർ നീട്ടി. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല, ഇപ്പം നിർത്തത്തില്ല. ക്രിസോസ്റ്റം തിരുമേനി ഒരു കഥ പറഞ്ഞ് ഇങ്ങനെയാണ്. അച്ഛനായിരിക്കുമ്പം ഒരു പള്ളിയിൽ, ഒരു നാട്ടിൽ ഒരു തെങ്ങ് കയറ്റക്കാരൻ ഇങ്ങനെ തെങ്ങ് കയറിക്കൊണ്ടിരുന്നപ്പോൾ തെങ്ങേന്ന് വീണു. ഇവൻ്റെ കയ്യും കാലും കൊടിഞ്ഞ് ഇവനെ ആശുപത്രി കൊണ്ടുവന്നു. അച്ഛൻ ആശുപത്രി കൊണ്ടുവന്നുകൊണ്ട് ഡോക്ടർ എടുത്ത് വായി ചോദിച്ചു, ഇപ്പോഴാണോ കൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. തിരുമേനി ആ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, തെങ്ങ് വീണ് കിട്ടിയാലല്ലേ. ജാടകളുടെ ലോകമാണ്. നമ്മുടെ മുമ്പിൽ ഒരു ആവശ്യക്കാരൻ വരുമ്പം നമ്മൾ എന്തെന്നില്ലാത്ത ജാട കാണിക്കും അല്ലേ. പക്ഷെ ഓർത്തോണം, ഞാൻ ഇന്നലെയും പറഞ്ഞു, ചാരിറ്റിക്ക് ചെയ്യുമ്പോൾ പോലും ഓർത്തോണം, നമ്മുടെ കൈ മേളിൽ നിൽക്കുന്നുവെന്നതിൻ്റെ അർത്ഥം ദൈവം അതിന് നമ്മളെ അനുഗ്രഹിച്ചു എന്നാണ്. താഴെ നിൽക്കുന്ന അവനും എന്തുണ്ട്? അതുകൊണ്ടാണ് ഏലിയാവിനെ പോറ്റാൻ ദൈവം ആരെയാ വിട്ടെ? മെത്രാപ്പൊലിത്തയല്ല, കൽക്കട്ട ഭദ്രാസനം മെത്രാപ്പൊലിത്തയല്ല ഏലിയാവിന് ഭക്ഷണം കൊടുക്കാൻ വിട്ടാണോ? കാതോലിക്കവായും വിട്ടില്ല, അച്ഛന്മാരെയും വിട്ടില്ല. വിട്ടതാരെയാ? കാക്കയെ. യഹൂദിന് നിഷിദ്ധമായ പക്ഷിയാണ് കാക്ക. പക്ഷെ ഏലിയാവ് കഴിക്കാതിരുന്നോ? ഏലിയാവിനോട് പറഞ്ഞു, നീ ഒരു ശങ്കയും വിചാരിക്കണ്ട, മേടിച്ചു കഴിച്ചോ. നിഷിദ്ധമായതിനെ, സാധാരണഗതി ഒരു സാധനം ഒരു മനുഷ്യർക്ക് കൊടുക്കാത്ത പക്ഷിയുടെ പേരാണ് കാക്ക. കുവൈറ്റി കാക്കയുണ്ടോ? നല്ല കാര്യം. കേരളത്തിലെ കാക്കയെക്കുറിച്ച് ഞങ്ങളൊരു പാട്ടും പാടാറുണ്ട്. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കുത്തി. സാധാരണഗതി കയ്യിലിരിക്കുന്നതോട് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ജീവിയുടെ പേരാണ്. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഏലിയാവിനെ പോറ്റ കൊടുത്തു. പക്ഷേ കാക്കയുടെ വരവ് നിന്നു ഇല്ലേ. ഇനി അടുത്തത് വല്ലോ കേന്ദ്രമന്ത്രിയുടെ ആളുടെ അടുക്കലോട്ടാണോ വിട്ടത്? ജീവിതം അവസാനിപ്പിക്കാൻ പോയ ഒരു വിധവയുടെ അടുക്കലേക്കാണ്. ഓർത്തോണം, ദൈവം നമ്മളെ എത്തിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാറ്. സ്റ്റാറ്റസ് അല്ല നോക്കേണ്ടുന്നത്, മുമ്പിൽ നിൽക്കുന്നത് ഒരു ദൈവപുരുഷനാണോ എന്നാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഓർത്തോണം, കൊടുക്കുമ്പോഴും അപമാനിക്കരുത്. എനിക്ക് ഏറ്റവും ദുഃഖവും, ഞാൻ കുമ്പസാരിക്കുന്നത് പോലെ പറയുന്നൊരു കാര്യമാണ്. അങ്കമാലി ഭദ്രാസനത്തിൽ ഒരു തവണ വനിതാ സമാജത്തിൻ്റെ ഒരു മീറ്റിംഗ് നടത്തി. ധ്യാനം എടുക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഒരു ധ്യാനമൊക്കെ എടുത്തു. സമത്വം സുന്ദരം എന്നൊക്കെ പറഞ്ഞ് ധ്യാനം എടുത്തു. ധ്യാനമൊക്കെ കഴിഞ്ഞ് സമാജത്തിൻ്റെ ആ വർഷത്തെ ചാരിറ്റി വിതരണമാണ്.
മെത്രാപ്പോലീത്തായി ഞങ്ങൾ ആ ഭദ്രാസനം ഒരുവിധപ്പെട്ട അച്ഛന്മാരെല്ലാവരും ഉണ്ട്. എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാത്രം മീറ്റിംഗ് ഉള്ളപ്പം ഭംഗിയായിട്ട് ഒരുങ്ങും അല്ലേ. എല്ലാവരും നല്ല വൃത്തിക്കൊരുങ്ങിയ അമ്മമാരിങ്ങനെ നിരഞ്ഞ് നിൽക്കുക. ചാരിറ്റി കൊടുക്കാൻ ഹൈറേഞ്ചിൽ നിന്ന് മെലിച്ച് വളരെ തീർത്ത് എന്നേക്കാൾ ശോഷിച്ച ഒരു സ്ത്രീ, ജീവിതത്തിൽ അവരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചൊരു സ്ത്രീയാണ്. അവരുടെ പേര് വിളിച്ചു. പുറകിൽ നിന്ന് അവരിങ്ങനെ ഈ കണ്ട സ്ത്രീകളുടെ മുഴുവൻ നടുക്കൂടെ നടന്നു വരികയാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇവർക്ക് ചാരിറ്റി കൊടുത്തു. 20,000 രൂപ. തിരുമേനി, ഞങ്ങൾ ഇത്രയും അച്ഛന്മാരും കറുത്തകുപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതിൻ്റെ പേര് ചാരിറ്റി എന്ന് പറയാൻ പറ്റുമോ? അവരെ നിന്ദിച്ചതാത്. പലപ്പോഴും ഓർത്തോണം, കുഞ്ഞുങ്ങളെ പോലും നിന്ദിക്കരുത്. യേശു ക്രിസ്തു അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ തൻ്റെ ബാല്യകാല ഓർമ്മകളെയൊക്കെ വെച്ച് ഒരു ആത്മകഥ എഴുതി. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ 80 വയസ്സായപ്പോഴാണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ അദ്ദേഹം ബാല്യത്തിലെ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ബാല്യത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു ധനികനുണ്ടായിരുന്നു. അയാളൊരു കുതിരയെ മേടിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹം ഈ കുതിരയുടെ പുറത്തുനിന്ന് കയറണം. അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ ആഗ്രഹം ആ മുതലാളിയോട് പറഞ്ഞു. പക്ഷെ അയാൾ ഞങ്ങളെ വല്ലാതെ അവഹേളിച്ചു വിട്ടു. അപമാനിതരായി ഞങ്ങൾ ഇന്ന് പോന്നു. എൻ്റെ 80ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മുറിവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരിക്കലും കയറാത്ത ആ കുതിരയുടെ പുറത്ത് നിന്ന് വീഴുന്ന വീഴ്ചയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവ്. നിങ്ങൾ ഓർത്തോണം, കുഞ്ഞുങ്ങളെ പോലും നിസ്സാരവൽക്കരിക്കരുത്, അപമാനിക്കരുത്. എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? മാനമുണ്ട്. അത് അംഗീകരിച്ച ഉത്തമ പുരുഷൻ്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ടാണ് വലതുഭാഗത്തെ കള്ളനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഒരു നാണവും ഇല്ലാതെ സുറിയാനി ക്രിസ്ത്യാനി കീച്ചും കള്ളനോടുകൂടി നമുക്കൊരു നാണം തോന്നത്തില്ല അല്ലേ? എന്തുകൊണ്ടാ? ആദ്യത്തെ പറുദീസ അവകാശി ആരാന്ന് ചോദിച്ചാൽ കള്ളനാ. വലതുഭാഗത്തെ നീതിമാനാ. സഡൻ റിപ്ലൈ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ മനുഷ്യൻ അവനാ. അപമാനിതനാകാതെ ജീവിതത്തെ സ്പർശിക്കുന്ന ദൈവം സ്വാതന്ത്ര്യം തരും. എന്തിനാ? ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഡിസ്റെസ്പെക്റ്റ്. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. അവസാനത്തേത് ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഈവിൾ ഇൻക്ലിനേഷൻസ്. ദുഷിച്ച ചായ്വുകളിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരും. ഞാൻ ഇത്രയും കട്ടിയുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും ഉറങ്ങരുത്. ദുഷിച്ച ചായ്വുകളിൽ നിന്ന്. ഇന്ന് ക്രിസ്ത്യാനിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു അപവാദം എന്താണെന്നറിയാവോ? നിലപാടുകളില്ലെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, നയമെടുക്കാൻ നമുക്ക് ഭയമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് എൻ്റെ നേരത്തെ ഇരുന്നൊരു പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. അവൻ എന്നോടൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. സാത്താൻ സേവക്കാരുണ്ട് സ്കോട്ട്ലൻഡിൽ. അവിടെ സാത്താൻ സേവയൊക്കെ വളരെ ലീഗലാണ്. ഞാൻ ഒരു തവണയൊന്ന് അതിൻ്റെ വർഷിപ്പ് ഒന്ന് കാണാൻ പൊക്കോട്ടെ എന്ന് എന്നെ വിളിക്കാൻ. എനിക്ക് ഇന്നലെ ആകപ്പാട് പേടിയായിപ്പോയി. അപ്പം അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: കല്യാണ സംബന്ധം, അവൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹ സംബന്ധമായിട്ട് ഒരു ആവശ്യത്തിന് ചെന്നപ്പം ഒരച്ഛൻ അവനോട് പണം ചോദിച്ചു. അന്ന് തൊട്ട് അവന് സഭയോട് വലിയ എതിർപ്പാണ്. ഞങ്ങൾ 1-2 അച്ഛന്മാരോട് മാത്രമേ ഉള്ളൂ സ്നേഹം, ബാക്കി എല്ലാത്തിനോടും എതിർപ്പാണ്. പലപ്പോഴും ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വികാരി അച്ഛൻ സാധുവായിട്ടിരിക്കുക. പക്ഷെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ സഭയുടെ ഒരു നിയമം വരുമ്പം അച്ഛൻ പറയാം നോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വാചകം പറയുന്നത് എന്നാ? അയാൾ പണ്ടേ നയമെടുക്കാൻ എല്ലാ മനുഷ്യർക്കും ഇന്ന് ഭയമുള്ളൊരു കാലം. പക്ഷെ ദൈവം മനുഷ്യരായി അവൻ്റെ പിൻഗാമികൾ എന്ന് പറയുന്ന നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഒരു നിലപാടുണ്ടാകണം. ദുഷിച്ച ചായ്വുകളിലേക്ക് ചാഞ്ഞു പോകരുത്. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ അതിനാണ് നോമ്പെടുക്കുന്നത്. യേശുക്രിസ്തു നോമ്പെടുത്തു അല്ലേ? നോമ്പിനൊടുവിൽ ആര് വന്നു? പിശാച് വന്നു. നമ്മൾ നോമ്പ് തുടങ്ങുമ്പോഴേ പിശാച് അടുത്ത് വന്നിട്ട് പറയും, ഒരു ഇറച്ചി കഴിച്ചതുകൊണ്ട് വല്ല കുഴപ്പവും പറ്റാൻ പറ്റുമോ അല്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 10 എടുക്കും, അവസാനത്തെ 10 എടുക്കും. അങ്ങനെ ദൈവത്തെ കബളിപ്പിക്കാനുള്ള പോളിസികളും സ്ട്രാറ്റജികളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നോക്കട്ടെ, യേശുതമ്പുരാൻ്റെ നോമ്പിന് ശേഷം പിശാചവനെ പരീക്ഷിക്കാമെന്ന് 3 കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? ഒന്ന്, നിനക്ക് നന്നായിട്ട് വിശക്കുന്നില്ലേ? കല്ലുകളോട് അപ്പമാകാൻ പറ. യേശുതമ്പുരാൻ പറഞ്ഞോ? ഇല്ല. അതിൻ്റെ അർത്ഥം സാത്താൻ പറഞ്ഞിങ്ങനെയാണ്: വേർക്കാതെ ഭക്ഷിക്കാൻ പഠിക്കുക, ഈസി വേയിലൂടെയുള്ള പണം സമ്പാദിക്കുക.
അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങൾ പലരും ഡ്രഗിനൊക്കെ അടിമപ്പെട്ട് പോകുന്നത്. പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. പണത്തോടുള്ള ആർത്തിയെ നിയന്ത്രിക്കാൻ പറ്റണം. ചിലതിനോട് മതിയെന്ന് പറയാൻ ഇടയാകണം. 2 പറഞ്ഞു, ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാട്, അല്ലേ? ദൂതന്മാർ, തിയോളജിയെ പറയും, ദൂതന്മാർ താങ്ങിക്കൊള്ളും. പ്രകൃതിയുടെ ശക്തികൾക്ക് വിരോധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അത്ഭുതം കാണിക്ക്. എന്നാൽ 3-മതൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒറ്റയൊരു പോളിസി നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയാൽ മതി. ഒരു തവണ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഈ കാണുന്നൊക്കെ നിനക്ക് തരാം. ദുഷിച്ച ബന്ധങ്ങളോട് വിയോജിപ്പ് പുലർത്താൻ നമുക്ക് കഴിയണ്ടേ? എനിക്കിത് അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒരു വിയോജനക്കുറിപ്പ് എഴുതാനെങ്കിലും ഉള്ള കഴിവ് നമുക്കുണ്ടാകണ്ടേ? നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ചേരാത്ത എവിടെയെങ്കിലും ഒരു കാര്യത്തെ കണ്ടെത്തിയാൽ അതെൻ്റെ ഈ ദൈവ ജീവിതത്തിന് അല്ലെങ്കിൽ ദൈവബന്ധത്തിലുള്ള ജീവിതത്തിന്, എൻ്റെ വിശുദ്ധിക്ക് അത് ഭംഗം വരുത്തുമെന്ന് തോന്നിയാൽ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണ്ടേ? പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിനോടൊക്കെ സന്ധിയില്ലാത്ത സമരങ്ങൾ ചെയ്യാൻ മുതിരത്തില്ല. എൻ്റെ ജ്യേഷ്ഠന് 2 ആൺകുഞ്ഞുങ്ങളാണ്. അപ്പം എന്നോട് അവർക്ക് വലിയ കാര്യമാണ്. എന്നെ അപ്പപ്പാന്നാണ് വിളിക്കുന്നത്. എപ്പോൾ വീട്ടിൽ ചെന്നാലും അവന്മാർ ഒരു ലിസ്റ്റ് തരും മേടിച്ചുകൊണ്ട് ചെല്ലേണ്ട സാധനങ്ങളുടെ. അപ്പോൾ അവർ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ കാക്കനാട് അടുത്ത് ചെന്നപ്പോഴാണ് ഈ കാര്യം ഓർത്തത്. ഞാൻ അവിടെ ചെന്നപ്പം, കാക്കനാട് നിങ്ങളുള്ളവരുണ്ടെങ്കിൽ അറിയാം, അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് ആര്യാസ്, കാക്കനാട്ടെ ആര്യാസ്. വളരെ നല്ല ആംബിയൻസ് ഒക്കെയാണ്. അപ്പം ഞാൻ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് മേടിക്കുന്നതല്ലേ, ക്വാളിറ്റിയിലൊട്ടും കുറവ് വരുത്തണ്ട. ഞാൻ ചെന്ന് അവിടെ നോക്കിയപ്പോൾ നല്ല ലഡു ഇരിക്കുന്നു. ഞാനൊരു 6 ലഡു എൻ്റെ അപ്പനെയും അമ്മയും കൂട്ടി കണക്കിന്, കാരണം അച്ഛന്മാരെ നോക്കി കണ്ടുപോയി മേടിക്കത്തുള്ളൂ, 6 ലഡു ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ കണ്ടത് ലഡുവിനപ്പുറത്തൂടെ ഒരു എലി ഓടുന്നു. എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അപ്പം എൻ്റെ കൂടെ കുറേ പേര് കസ്റ്റമേഴ്സ് നിൽപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ഒരാളെയും കാണിച്ചു കൊടുത്തു, ദേ ഒരു എലി ഓടുന്നു. ഞാൻ അവിടുത്തെ ആ സപ്ലയറെ വിളിച്ച് കാണിച്ചു, എടോ ദേ ഇതിനകത്തൂടെ ഒരു എലി ഓടിപ്പോകുന്നു. ഞാൻ എൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഞാൻ എന്നിട്ട് തിരിച്ചു പോരാൻ നേരത്ത് തിരിഞ്ഞൊന്നുകൂടെ നോക്കി, ബാക്കി ആരും ഓടിന്ന് പോകുന്നത് ഞാൻ കണ്ടില്ല. എലിയെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഡു തിന്നുന്നതിന് എന്നാ കുഴപ്പം? നിസ്സാരം. നമ്മുടെ ചായ വീഴുന്ന കൊതുകിനെ അരിക്കാൻ പോലും ചിലപ്പോൾ നമ്മൾ മടിയായിട്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. ഈ നമ്മളാണ് നിലപാടിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ക്രൈസ്തവ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടാകണ്ടേ? നമ്മളെപ്പോഴും ദാവീദിനെക്കുറിച്ച് പറയും. പല ഗീതങ്ങളിലും ദാവീദിനെ മുൻനിർത്തിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കുറ്റം അവൻ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റും കൂടി എടുക്കാമോ? 5 മിനിറ്റും കൂടി എടുക്കാമല്ലോ. ദാവീദിൻ്റെ ജീവിതത്തിലെ അവന് പറ്റിപ്പോയ തെറ്റെന്നാന്ന് പറയാമോ? ആഹാ, വണ്ടി കിട്ടുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കയറിപ്പോയനെ. ദാവീദ് ചെയ്ത കുറ്റം എന്നാ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. എന്തുവാ? മിടുക്കൻ. നമ്മൾ ആദ്യം പറയും ദാവീദ് ചെയ്ത പാപം അഡൾട്ടറിയാന്ന് പറയും, അല്ലേ? വ്യഭിചാര കുറ്റം. പക്ഷെ ദാവീദിൻ്റെ ആദ്യത്തെ പാപം 1-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ പറയും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, അടുത്തത് നിൽക്കാതെ, അടുത്തത് ഇരിക്കാതെ. ഒരു ഡിസെൻഡിങ് പ്രോസസ്സാണ് പാപം എന്ന് പറയുന്നത്. ദാവീദിൻ്റെ ആദ്യത്തെ പാപം ദൈവം പിടിച്ച് സിംഹാസനത്തിലിരുത്തിയതാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, ദൈവത്തെ മറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. 1, ധനം. പണം കൂടുമ്പോൾ ദൈവത്തെ മറക്കാനുള്ള സാധ്യതകൾ കൂടും. 2, അധികാരം. നമ്മളൊരു അതോറിറ്റേറ്റീവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാകാം? ചിലപ്പം നമ്മളെല്ലാവരും ഭരിച്ച് ദൈവത്തോടുള്ള ഭയം നമുക്ക് പോകാം. 3, സുഖം. സുഖലോലുപതയിൽ ദൈവത്തെ നമ്മൾ മറന്നു പോകും, അല്ലേ? അതൊരിക്കലും ഉണ്ടാകരുത്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ദാവീദിനെ സിംഹാസനത്തിരുത്തിയത് ദൈവമാണ്. പക്ഷേ ദാവീദ് എന്ത് ചെയ്തെന്നറിയാവോ? പണ്ട് ബാലനായിരുന്നപ്പം ഗോലിയാത്തിനെ വീഴ്ത്തിയ എരിവുണ്ടായിരുന്ന ദാവീദ് സിംഹാസനത്തിൽ രാജാവായപ്പം പടജനത്തെയും ദൈവത്തിൻ്റെ പെട്ടകത്തെയും യുദ്ധഭൂമിയിലിട്ടിട്ട് രാജാവ് കൊട്ടാരത്തിൽ വിശ്രമിച്ചു എന്ന് പറയുന്നു. ഉലാത്തിക്കൊണ്ടിരുന്നപ്പം കാണണ്ടാത്തൊരു കാഴ്ച ദാവീദ് കണ്ടു. ഇവിടെയാണ് ആരംഭം. കാണരുതാത്തൊരു കാഴ്ച കണ്ടു. അധികാരമുള്ളവനായതുകൊണ്ട് കൈകൊട്ടി വിളിച്ചു. അവൻ ആഗ്രഹിച്ച സ്ത്രീ അവനോടുകൂടെ ശയിച്ചു. ദാവീദ് വിചാരിച്ചു ആരും കണ്ടില്ല. ദാവീദിൻ്റെ ഒരു വലിയ പ്രശ്നം, അധികാരത്തിലിരിക്കുമ്പോഴൊരു കുഴപ്പമാണ്, ആരും കണ്ടില്ല. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം
ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഐ എം പ്രഗ്നൻറ്റ്. 2 വാക്കേ പറഞ്ഞുള്ളൂ. ദാവീദ് കുലുങ്ങിപ്പോയി. കാരണം രാജാവിൻ്റെ പേരിന് ദുഷിപ്പാണ്. രാജാവ് അന്നോട്ട് കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ നിഷ്കളങ്കനായ പുരോഹിതൻ, ഇടയൻ അന്നോട്ട് കുതന്ത്രം മെനയാൻ തുടങ്ങി. അവൻ വിചാരിച്ചു, അവന് ഇഷ്ടമില്ലാത്ത ഒരു പടനായകനുണ്ടായിരുന്നു, യോവാബ്. ദാവീദിന് അത്ര ഇഷ്ടമൊന്നുമല്ല, കാരണം അബ്നേരിനെ കൊന്ന കാര്യത്തിൽ ദാവീദ് ഇത്തിരി മാറി നിന്ന് നിൽക്കുക. പക്ഷെ വിചാരിച്ചു, ഈ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ ഇച്ചിരി കുതന്ത്രമുള്ള ഒരുത്തനെ കൂടെ കൂട്ടും. നമ്മുടെ പള്ളികളിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്ന പോലെ. ഞങ്ങളുടെ ഭദ്രാസനത്തിലൊരു വല്യച്ഛനുണ്ട്. അച്ഛനെ പ്രശ്നമുള്ള പള്ളിയിലോട്ട് വിട്ടാൽ, ഗ്രൂപ്പ് വഴക്കുള്ള പള്ളിയിലോട്ട് വിട്ടാൽ മതി, സോൾവ് ആവും. കാരണം അച്ഛൻ ചെന്ന് കഴിയുമ്പോൾ 2 ഗ്രൂപ്പാണെങ്കിൽ അത് 4 ഗ്രൂപ്പ് ആക്കിക്കോളും. പിന്നെ ഇവർ തന്നെ അവസാനം അച്ഛനെ മാറ്റാൻ വേണ്ടി ഒറ്റ ഗ്രൂപ്പ് ആയിക്കോളും. നമ്മുടെ പള്ളികളിലെ ഏറ്റവും വലിയ വിഷയം എന്താ? ഗ്രൂപ്പാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്ക് എത്ര വെറുപ്പുള്ളവനാണെങ്കിലും കുതന്ത്രം മെനയുന്ന ഒരുത്തവനെ, അതാ ഏറ്റവും വലിയ അപജയം. നമ്മുടെ ആ ബലഹീനതയെ അവൻ എന്നാളും ചൂഷണം ചെയ്യും. ഓർത്തോണം. ദാവീദ് ചിന്തിച്ചു, ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കത്തില്ല. അവളുടെ ഭർത്താവിനെ തന്നെ വിളിക്കുക. ആരാ? ഊരിയാവ്. വിശ്വസ്തദാസനായ ഊരിയാവിനെ വിളിച്ചു വരുത്തി. കഥയൊക്കെ വീട്ടിൽ ചെന്ന് ഇനി വായിച്ചെടുത്തോണം. ഊരിയാവിനോട് പറഞ്ഞു, നീ ക്ഷീണിച്ചവനല്ലേ, വീട്ടിൽ പോയി വിശ്രമിച്ചോ. പക്ഷെ ഊരിയാവ് പറഞ്ഞു, ഇല്ല, എൻ്റെ പടജനവും എൻ്റെ യജമാനായ യോവാബും ഒക്കെ അവിടെ നിൽക്കുമ്പം ഞാൻ വീട്ടിൽ പോയി വിശ്രമിക്കത്തില്ല. ദാവീദ് പഠിച്ച പടി 18 നോക്കി. ഊരിയാവ് പോയില്ല. ഊരിയാവിനെ മദ്യം കൊടുത്ത് അന്ന് പടിവാതിക്കെ കിടത്തിയെന്നാണ് പറഞ്ഞത്. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടിട്ട് ഊരിയാവിൻ്റെ കയ്യിൽ ദാവീദ് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തണം, നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നിടത്ത് ദൈവം സങ്കടപ്പെടും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ തന്നെ ആശ്വസിക്കും, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നിഷ്കളങ്കനെന്ന് പറഞ്ഞ, അപവാദം പറയാനില്ലാത്തവനെന്ന് പറഞ്ഞ ദാവീദ് ചെയ്ത ഏറ്റവും വലിയ പാപം എന്താണെന്നറിയാവോ? ദാവീദ് ഒരു കത്തെഴുതി. ഈ കുതന്ത്രശാലിയായ യോവാബിനാണ് എഴുതുന്നത്. എഴുതിയ കത്തിനകത്ത് വാചകം ഇങ്ങനെയാണ്: പട വർദ്ധിക്കുമ്പം, പട മൂക്കുമ്പം ഊരിയാവിനെ മുമ്പിൽ നിർത്തിയിട്ട് കൊന്നുകളയണം. ആർക്കും സംശയം തോന്നരുത്. യോവാബിന് ഈ ഒറ്റ വാക്യം രാജാവ് എഴുതിയപ്പോഴേ കാര്യം പിടി. ഗർഭമൊന്നും അറിഞ്ഞില്ല. പക്ഷെ യോവാബിനെ പിടികിട്ടി. രാജാവിന് എന്തോ അബദ്ധം. രാജാവിൻ്റെ അബദ്ധമാണ് നാളെ എൻ്റെ പിടിവള്ളി. ഇതായി കുതന്ത്രശാലികൾ ചിന്തിക്കുന്നത്. യോവാബ് എന്നാ ചെയ്തു? വളരെ തന്ത്രപൂർവം ഊരിയാവിനെ മൂർച്ഛിച്ചു വന്നപ്പം എൻ്റെ മുമ്പിൽ നിർത്തി കൊന്നുകളഞ്ഞു. എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ വേദനയുണ്ടായി ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള വേദനയാണ്. ഈ കത്ത് ആരുടെ കയ്യിലാണ് കൊടുത്തുവിട്ടതെന്നറിയാവോ? ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ. നോക്കിക്കേ, കരുണയുള്ളവനെന്ന് നമ്മൾ കീർത്തിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ അധികാരത്തിൽ വന്നൊരു വീഴ്ചയാണ്. അവൻ എന്ത് ചെയ്തു? ഈവിൾ ഇൻക്ലിനേഷൻസ് എന്ന് പറഞ്ഞതാ, ദുഷിച്ച ചായ്വുകൾ ഉണ്ടാകുന്നത്. യോവാബ് തിരിച്ചൊരു കത്ത് കൊടുത്തു വിട്ടു, ഒന്നും അറിയാത്ത പോലെ. രാജാവേ, പട പോയപ്പം ഒരു ചെറിയ പരാജയം നമുക്ക് പറ്റി. ഇത് കേട്ടാൽ രാജാവ് കോപിക്കുമെന്നറിയാം, കാരണം പടനായകൻ്റെ കുഴപ്പമാണ്. എന്നിട്ട് ദൂതനോട് പറഞ്ഞു, ഇതെല്ലാം പറയുമ്പോൾ രാജാവ് കോപിക്കും, പക്ഷെ അവസാനം നീ ഒരു വഴിയും കൂടെ പറയണം. പട വർദ്ധിച്ചെടുത്ത് നിന്റെ വിശ്വസ്തദാസനായ ഊരിയാവും മരിച്ചുപോയി. ഇത് കേൾക്കുമ്പോൾ രാജാവ് തണുത്തോളും. രാജാവ് ഈ വാക്ക് കേട്ട് രാജാവ് ആശ്വസിച്ചു. ഞാൻ ചെയ്ത ക്രൈം ഇവിടം കൊണ്ട് അവസാനിച്ചു. എന്നിട്ട് രാജാവ് തിരിച്ചൊരു വാചകം പറയുന്നുണ്ട്: ലെറ്റ് ദിസ് നോട്ട് ബി ഈവിൾ ഇൻ യുവർ സൈറ്റ്. നിന്റെ ദൃഷ്ടിക്ക് ഇത് പാപമായിട്ട് തോന്നണ്ട. യോവാബിനോട് പറയുക, അവനെ കൊന്നുകളഞ്ഞ വലിയ കാര്യമൊന്നുമല്ലെന്ന് പറഞ്ഞവനാണ് ആര്? ദാവീദ്. ദാവീദ് വീണ്ടും സിംഹാസനത്തിലിരുന്നു. കുമ്പസാരിക്കേണ്ടി വന്നില്ല, പാപബോധം തോന്നിയില്ല, കുറ്റബോധം തോന്നിയില്ല, ദൈവം കണ്ടതിനെ കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. പക്ഷെ ദാവീദ് അധികം നാൾ ഇരിക്കേണ്ടി വന്നിട്ടില്ല. ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു പുരോഹിതനായ പ്രവാചകൻ കടന്നു വരികയാണ്. അവൻ്റെ പേര് നാഥാൻ എന്നാ. എന്നെ പോലെ അധിക ശേഷിയില്ലാത്തൊരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷെ നാഥാൻ ഇങ്ങനെ കയറി വരുമ്പം ദാവീദിന് ബഹുമാനമുണ്ട്. നാഥാനോട് ദാവീദ് ചോദിച്ചു, അയ്യോ എന്ത് പറ്റി എൻ്റെ അടുക്ക് വരാൻ? നാഥാൻ പറഞ്ഞു, എനിക്കൊരു സംഭവം പറയാനുണ്ട്, ഒരു തീർപ്പ് വേണം. ഒരു കഥ പറഞ്ഞ് ആരംഭിച്ചു. ധനികൻ്റെ 100 ആട്, ദരിദ്രൻ്റെ ഒരു പെണ്ണാട്ടിൻകുട്ടി. ദരിദ്രൻ വളരെ സ്നേഹിച്ചു വളർത്തിയ പെൺകുട്ടിയാണ്. പക്ഷേ ധനവാന്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നപ്പം അവൻ്റെ 100-1 എടുക്കാതെ അവൻ എന്ത് ചെയ്തു? ദരിദ്രൻ്റെ ആ പെൺകുഞ്ഞാടിനെ എടുത്ത് അറുത്ത് കളഞ്ഞു. ദാവീദിൻ്റെ രോക്ഷം
അതീവ മൂർധന്യത്തിലെത്തി. ദാവീദ് എന്ത് ചെയ്തു? വാളെടുത്ത് തൂങ്ങി. ആ മനുഷ്യൻ ആരാ? ആദാം പറഞ്ഞു, അധികം നെകളിക്കണ്ടടാ, ആ മനുഷ്യൻ thou the man who did this crime, ആ മനുഷ്യൻ നീ തന്നെയാ. ദാവീദിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ പോയി. ദുഷിച്ച ചായ്വുകളിലേക്ക് പോകുമ്പം നമ്മൾ ഓർക്കും നിലനിൽപ്പ് സാധ്യമായി. പക്ഷെ ഓർത്തോണം, നമ്മൾ FIR ക്ലോസ് ചെയ്യുന്നിടത്ത് ദൈവം ആരംഭിക്കും. എന്തിനാണ് സഭ കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്? കമ്മിറ്റിയിലോട്ട് കയറാനാണോ? ആണോ? നമ്മളുടെ പലരുടെയും ധാരണയതാ. പണ്ട് എൻ്റെ ഇടവകയിലെ വികാരിയായിരുന്നു ഇവാനുസ് തിരുമേനി. തിരുമേനി ഇങ്ങനെ അച്ഛനായിട്ട് കുമ്പസാരിപ്പിക്കാനിരിക്കുക. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു, തിരുമേനി അങ്ങനെ പ്രത്യേകിച്ച് പാപമൊന്നും ഞാൻ ചെയ്തിട്ട്. തിരുമേനിക്ക് ദേഷ്യമെന്ന്, ഭയങ്കര ദേഷ്യക്കാരന്, ദുർവാസനാവിനെ പോലെ തിരുമേനി. കസേര എടുത്ത് ഒറ്റ ഏറ് എടുത്തിട്ട് കപ്പേരോട് പറഞ്ഞു, എടാ മറ വലിക്കുക, ഇവനെ ആ ത്രോണോസയിലിട്ടെടുത്ത് ധൂവം വീശാന്ന് പറഞ്ഞു. ഞാനൊരച്ഛനായതിൽ എനിക്ക് ഏറ്റവും, വലിയച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കുമ്പസാരിപ്പിക്കുന്നത്. കുവൈറ്റുകാരും എൻ്റെ ഇടയ്ക്ക് കുമ്പസാരിക്കാൻ വരരുത്, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനും പ്രാർത്ഥിക്കാം. വേറൊന്നും കൊണ്ടല്ല, സത്യകുമ്പസാരം ഇന്ന് വളരെ കുറഞ്ഞു. ഇവനുസരിമേന് പറയും, സഭയൊരാശുപത്രിയാണ്. നഴ്സുമാർ ഓർത്തോണം, ആശുപത്രിയിലെ, ഈ സഭയാകുന്ന ആശുപത്രിയിലെ ഏറ്റവും പ്രശസ്തമായ ചികിത്സാ വിധിയുടെ പേരാണ് കുമ്പസാരം. ഇടുക്കിയുടെ മുൻ MLA ബിജിമോൾ പറയും, ക്രിസ്ത്യാനികളിലാണ് മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ എണ്ണം കുറവ്, ഡിപ്രഷൻ ഉള്ളവരുടെ എണ്ണം കുറവ്. കാരണം അവർക്ക് എന്നാ വേണേലും തുറന്നു പറയാൻ പറ്റുന്ന ഒരു അച്ഛൻ പള്ളിയിലുണ്ട്. പക്ഷെ ഇപ്പം അച്ഛന്മാരെ എത്ര, അച്ഛന്മാരോടും എത്ര ഉണ്ട്. ഇപ്പോൾ പേടിയാണ്. നാട്ടിലൊക്കെ ഒരു കൊച്ചിനെ മാമൂസം വെക്കാൻ വന്നാൽ കുമ്പസാരിക്കണമെന്ന് പറയാൻ പേടിയാണ്. അപ്പനും അമ്മയും കുമ്പസാരിക്കണമെന്ന്. ഞാൻ കുമ്പസാരിച്ചിട്ട് അച്ഛൻ എന്തുവാ? എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചാൽ, എനിക്ക് അച്ഛന്മാരോട് അസൂയ തോന്നുന്നു, ഈ പാപമൊക്കെ കേട്ട് കുളിര് കോരരുതോ? എനിക്ക് ഇന്നേ വരെ ഒരു കുളിരും തോന്നിയിട്ടില്ല, ഒരു ഫോളോ അപ്പും ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിന് ചേരാത്ത പല ദുഷിച്ച ചായ്വുകളിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളാ കണ്ടെത്തേണ്ടേ, അല്ലേ? ഞാനൊരു സന്യാസി പുരോഹിതനായിരുന്നിട്ടും എങ്ങനെ കുമ്പസാരിക്കണമെന്ന് ഞാൻ പഠിച്ചത് അഭിവന്ദി ഇപ്പോഴത്തെ സേവറൂസ് തിരുമേനിയുടെ അടുക്കൽ നിന്ന്. അദ്ദേഹം മെത്രാപ്പോലിത്തയാകാൻ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഞാൻ വികാരിയായിരുന്ന പള്ളിയിൽ അദ്ദേഹം വന്നു. ഒരു 3 നോമ്പി, ഞങ്ങൾ 2 പേരും മാത്രം. 3 ദിവസം മൗനത്തിൽ അദ്ദേഹം ഇരുന്നു. ഒന്നും എന്നോട് പോലും മിണ്ടത്തില്ല, ഭക്ഷണവും കഴിക്കത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ഒരുമിച്ച് ചെയ്യും. അതുകൊണ്ട് എനിക്കും ആരോട് സംസാരിക്കാൻ പറ്റില്ല, ഞാനും പേടിച്ചിട്ട് ഫോൺ എടുത്തില്ല. എനിക്കത് വലിയൊരു അനുഭവമായി. അവസാന ദിവസം തിരുമേനി എൻ്റെ അടുക്കലാണ് കുമ്പസാരിച്ച്. അന്നാ ഞാൻ അറിഞ്ഞത്, ഒരു വൈദികനായി ഞാൻ എന്തെല്ലാം കാര്യം പറയാൻ ഇതിലും വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ശുശ്രൂഷയിൽ ഒരുപക്ഷെ നാളെ ഒരു മെത്രാപ്പോലിത്തയാകണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഈവിൾ ഇൻക്ലിനേഷൻ കുറച്ചൊക്കെ ചെയ്യണം. ഒരു മാനേജിംഗ് കമ്മിറ്റിയൊക്കെ അങ്ങനത്തെ കാണുമ്പോൾ അച്ചായാ, സ്നേഹമില്ലാത്ത പ്രകടനം, സ്നേഹത്തോടു കൂടി ആരോടും ഇടപെടാം. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും ദുഷിക്കാമെന്ന് ഓർത്തോണം, കാണുന്നൊരു ദൈവവും അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു നാഥാനും നമ്മുടെ ജീവിതത്തിലുണ്ടാവും, ഇല്ലേ? അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, നമ്മുടെ അമ്മയപ്പന്മാരോട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നാളെ നമ്മളോട് ചോദിക്കുന്ന ഒരു മക്കൾ നമ്മുടെ പുറകെ ഇല്ലേ? പണ്ടത്തെ പൈസയുടെ പേരെന്നായിരുന്നു? ചക്രം, ഇല്ലേ? ഇതെന്താ ഇതിൻ്റെ അർത്ഥം? കറങ്ങി നമ്മുടെ അടുക്ക തന്നെ ഉണ്ട്. മക്കളോട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും ചൂണ്ടിക്കാണിക്കാൻ ഒരുപക്ഷെ നാളെ നമ്മുടെ മക്കളെന്ന നാഥാന്മാർ നമ്മുടെ മുമ്പാകെ വരും. അവിടെ പറയണം, ഞാൻ നേരുള്ളവൻ നിഷ്കളങ്കൻ, പുത്രൻ തമ്പുരാനാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചും പറയാൻ പറ്റണ്ടേ? 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. യേശു തമ്പുരാനും നമ്മുടെ രക്ഷകൻ, അവൻ തന്ന രക്ഷയുടെ അനുഭവത്തിൻ്റെ പ്രത്യേകതകൾ. 3 സ്വാതന്ത്ര്യങ്ങൾ. 1, ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ്. എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഞാൻ ഇത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മൈക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് നീ കേട്ടതെന്ന് പറഞ്ഞേ. ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഡെത്ത്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് എന്നെ നടത്തുന്ന ദൈവം സ്വാതന്ത്ര്യം എനിക്ക് തന്നു. മരണത്തിന് പോലും എന്നെ ഭയപ്പെടുക, കാരണം അതിനപ്പുറത്ത് എനിക്കെൻ്റെ ദൈവത്തെ കാണാമെന്ന പ്രത്യാശ. അതിന് സുഹൃത ജീവിതങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും. 2, എന്താ ഞാൻ പറഞ്ഞത്? ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ്
വെരി ഗുഡ്. കുഞ്ഞുങ്ങളോട് എനിക്ക് വലിയ സന്തോഷം. അപമാനത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന്. മനുഷ്യർ ചിലപ്പം നമ്മളെ കുറ്റം വിധിക്കും. ഞാൻ ഈ അടുത്തിടയിൽ എൻ്റെ ഈ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ ലൈവിൽ വന്നു. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് അടിയിൽ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു. അപ്പോൾ ഒരാൾ എഴുതിയിരിക്കും, ഈ മുസ്ലിയാർ ഏതാണെന്ന് ചോദിച്ചു. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നു, ഇയാൾ ഈ എന്തുവാ ഇത് മാനസാന്തരം പ്രസംഗം, ഇയാൾ എന്തല്ല ഈ പറയുന്നത്. അപ്പം എനിക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ ആ കമൻറ്റിൽ ആഗ്രഹിച്ചത് എന്താ? അച്ഛൻ്റെ പ്രസംഗം സൂപ്പറാന്ന് പറയാനാ. മനുഷ്യരെ 10 പേര് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എൻ്റെ പ്രസംഗം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്നാ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രസംഗം സുഖിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുഖിപ്പിക്കാനല്ല, മുറിപ്പെടുത്താനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മനുഷ്യർ ചിലപ്പോൾ നിന്ദിച്ചേക്കാം, നമ്മുടെ വീഴ്ചകളെ അപഹസിച്ചേക്കാം, പരിഹസിച്ചേക്കാം. പക്ഷെ ഓർത്തോണം, എനിക്ക് ഓടിയെടുക്കാൻ ആരുണ്ട്? അതുകൊണ്ടാണ് നാളെ വിശുദ്ധ കുർബാനയുണ്ട്. ചൊല്ലുമ്പം എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു ഭാഗമാണ് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലും, അല്ലേ? നമ്മൾ ചൊല്ലി തഴമ്പിച്ചതുകൊണ്ട് കണ്ണടച്ചോർക്കുന്നതിന് ആമീൻ, വിശ്വാസപ്രമാണം, സർവശക്തിയുള്ള പിതാവേ ആമീൻ, ആമീൻ പറയാൻ നമ്മൾ ഈ വാട്സപ്പിൽ വരുന്നല്ലേ, പ്രയറോ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കിനും അടിച്ച് ഈ മെസ്സേജ് വായിക്കുന്നതിന് മുമ്പ് തന്നെ പ്രേയേഴ്സ് വന്നു കഴിഞ്ഞ്, കൂപ്പുകൈ വന്നു കഴിഞ്ഞ് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നാളെ ഒന്ന് ശ്രദ്ധിക്കണം, ഖണ്ഡിപ്പിന് ശേഷമാണ് സ്വർഗസ്ഥനായ പിതാവേ. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം, ഇതിനടുത്ത് നിൽക്കാൻ പറ്റും, അല്ലേ അച്ഛാ? ഖണ്ഡിപ്പിൽ അൻപുടയോനെ നിങ്ങൾ പാടുമ്പം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര എല്ലാ കഷ്ടതകളെ അവിടെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ അപ്പം ഖണ്ഡിക്കുന്നത്. ഖണ്ഡിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മുൻപാകെ വെക്കും. എന്നിട്ടാണ് പറയുന്നത്, ഇങ്ങനെ അറക്കപ്പെട്ട് ഈ അനുഭവത്തിലൂടെ നമുക്കൊരു വലിയ ഒരു ഭാഗ്യം തന്ന ദൈവത്തെ ഇനി വിളിക്കാൻ പോകുന്നത്. നിങ്ങൾ ധൈര്യസമേതം വിളിച്ചോണം. മക്കളെന്ന പദവി തന്ന അപ്പനെ നോക്കിയിട്ട് വിളിച്ചോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. എനിക്കത് പറയുമ്പോൾ തന്നെ കുളിര് പോരും. കാരണം എൻ്റെ മുമ്പാകെ എൻ്റെ ദൈവം തന്ന അനുഭവത്തെ വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നാളെ കൊയറുകാർ ആരാന്ന് എനിക്കറിയത്തില്ല, ഉറച്ചു ചൊല്ലിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ അത് സംഭവം ചെയ്യുന്ന അപ്പാന്നാ. എൻ്റെ കാലയിൽ ഒരു കമ്പി കുത്തിക്കറി ആടിൻ്റെ പുറകെ ഓടിയതാ. ഭയങ്കര വേദനയായിപ്പോയി. ഇച്ചിരി ബുദ്ധിയുള്ളതുകൊണ്ട് പെട്ടെന്ന് ബോധം കെടും. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പം ഡോക്ടർ ഇങ്ങനെ മരപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാഞ്ഞുകൊണ്ട് എൻ്റെ കാലിനിടയിൽ കൂടെ ഇങ്ങനെ ആ കിഴുത്തക്കട ഉപ്പൂറ്റിയാണ് കിഴിഞ്ഞു പോയി. വലിയൊരു കമ്പിയാണ്. ഡോക്ടർ ഇങ്ങനെ വാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേദനയായപ്പോൾ ഞാനിങ്ങനെ കട്ടിച്ച് പിടിച്ചിട്ട് അപ്പ 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 എന്ന് വിളിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, സാധാരണ എല്ലാവരും അമ്മയെന്നല്ലേ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലൊരു, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം, നിങ്ങളും ഒന്ന് വിളിച്ച് പ്രാക്ടീസ് ചെയ്തോണം. നമ്മുടെ ഒരു ദുഃഖം വരുമ്പം, സന്തോഷം വരുമ്പം അപ്പാന്ന് വിളിച്ചേ, അവൻ വിളി നിശ്ചയമായിട്ടും കേൾക്കും. നാളെ കുർബാന സംബന്ധിക്കുമ്പം കൈ മലർത്തി പിടിച്ചോണം. അടുത്ത് നിൽക്കുന്നവൻ്റെ കണ്ണി കുത്തിയാലും കുഴപ്പമില്ല. കൈ ഉയർത്തിപ്പിടിച്ചിട്ട് പറയണേ, എൻ്റെ അവകാശമാണ്, എൻ്റെ പുത്രപദവി, പുത്രീ പദമാണ് അപ്പാ, എൻ്റെ അപമാനത്തെ നീക്കുന്ന ദൈവം. അവസാനം ഞാൻ എന്താ പറഞ്ഞത്? ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഈവിൾ ഇൻക്ലിനേഷൻ. ദുഷിച്ച ചായ്വുകളിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം. എവിടെയെങ്കിലും ആരോടെങ്കിലും വേണ്ടാത്തൊരു ബാന്ധവം പുലർത്തിയിട്ടുണ്ടോ? അരുതാത്തൊന്നിനോട് ഞാൻ ചായ്വ് വെച്ച് പുലർത്തിയിട്ടുണ്ടോ? ധനത്തോട്, മദ്യത്തോട്, പുകവലിയോട്, എന്തോ ആയിക്കൊള്ളട്ടെ. എൻ്റെ ക്രൈസ്തവ ജീവിതത്തിലെ വിശുദ്ധിക്ക് ചേരാത്ത എന്തിലെങ്കിലും മാറ്റം വെക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര മീശ പിടിച്ചിട്ടും കാര്യമുണ്ടോ? ഉണ്ടോ? ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഈവിൾ ഇൻക്ലിനേഷൻ. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ 7:40 തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നീണ്ടോട്ടെ എന്ന് വിചാരിച്ചത്. ഇനി നാളെ കൂടിപ്പോയെന്ന് പറഞ്ഞ് നാളെ വരാതിരിക്കരുത് കേട്ടോ. നാളെ കൊണ്ട് എൻ്റെ ശല്യം തീരും. ഷെർലക് ഹോംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷെർലക് ഹോംസിൻ്റെ ഒരു കഥയാണ്. അദ്ദേഹം കൂട്ടുകാരനും കൂടെ മല കയറാൻ പോയി. അങ്ങനെ മല കയറി പകുതി എത്തിയപ്പോൾ രാത്രിയായി, ഇരുട്ട് വീണു. അവർ വിചാരിച്ചു ഇന്നിനിയും പോയിട്ട് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചു നമുക്ക് ഇവിടെ ഒരു ടെൻ്റ് അടിച്ച് കിടക്കാം. അങ്ങനെ ഒരു കൂടാരം അടിച്ച് 2 പേരും അതിനകത്ത് കിടന്നുറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഷെർലക് ഹോംസ് എഴുന്നേറ്റ് മേപ്പോട്ട് നോക്കി ആശ്ചര്യപ്പെട്ടു പോയി. അദ്ദേഹം കൂട്ടുകാരനെ തട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നീ മുകളിലോട്ട് നോക്കി എന്നാ കാണുന്നത്? ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് ഇവൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഞാൻ ആകാശം കാണുന്നെന്ന് പറഞ്ഞു. പിന്നെ ഷെർലക് ഹോംസ് ചോദിച്ചു, നീ വേറൊന്നും കാണുന്നില്ലേ? ഇനി അർദ്ധരാത്രിയാണ്, പാതിരാത്രി നമസ്കാരം ആയതുകൊണ്ട് എന്നാൽ ഇച്ചിരി സാഹിത്യത്തിൽ പറഞ്ഞു, ഞാൻ ആകാശവും ദൈവം പ്രസിദ്ധമാക്കുന്നവൻ്റെ കൈവേലയും കാണുന്നെന്ന് പറഞ്ഞു. ഷെർലക് ഹോംസ് അവൻ്റെ തലക്കിട്ട് ഒരു അടി വെച്ചിട്ട് പറഞ്ഞു, എടാ മണ്ട, നമ്മുടെ ടെൻ്റ് ആരാണ്ട് അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു.
എല്ലാം കേൾക്കുന്നതിന് ഒടുവിൽ ഇതൊരു ഭാവമാണ് അല്ലേ? കേട്ട കാര്യങ്ങൾ വിസ്മൃതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ. പക്ഷേ ദൈവസ്നേഹം ഇതിൽ നമ്മളെ വീണ്ടും കൊണ്ടുവരണം. എൻ്റെ അപ്പനോടുള്ള എൻ്റെ സ്നേഹം അടിസ്ഥാനം ഇളകാതിരിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വളരെ വിശുദ്ധിയോടുകൂടി ഒരുങ്ങി. ഞാൻ പറയുന്നു, കുർബാനയ്ക്ക് തുബ്ദേൻ്റെ സമയത്തല്ല. ഞങ്ങളുടെ മക്കൾ തുബ്ദൻ ചെയ്യണമുണ്ട്, അതുകൊണ്ട് നാളെ വരാമെന്ന് ഓർത്തുണ്ടല്ല. എപ്പോൾ വരണം കുർബാനയ്ക്ക്? നിങ്ങളെ ഒന്നും പഠിപ്പിക്കണ്ട. എനിക്ക് ഒരു അഭിനന്ദനം കൂടെ പ്രത്യേകം പറയാം. നാളെ പറയാമെന്ന് ഓർത്തിരുന്ന. നാട്ടിലാണെങ്കിൽ ഇത്ര ആണുങ്ങളെയൊന്നും ഒരു കൺവെൻഷനും ഞാൻ കണ്ടിട്ടില്ല. പള്ളിയും എല്ലാ ഞാനൊക്കെ ഇരുന്ന പള്ളി ഞാൻ തന്നെയായിരുന്നു എല്ലാം ചെയ്യും. തൂപ്പ് തൊട്ട് തുടപ്പ് തൊട്ട് അടിച്ചു കാച്ചോട്ട് എല്ലാം ചെയ്യുക. എന്നിട്ട് വിളിക്കുക, ചായ ഒന്ന് വാന്ന് പറഞ്ഞാൽ പോലും. പക്ഷെ ഇവിടെ ഈ മനുഷ്യർ ഇതെല്ലാ സജ്ജീകരണങ്ങളും നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട്, അതൊരു വലിയ അനുഭവം തന്നെയാണ്. അനുഗ്രഹം കിട്ടാതെ പോകത്തൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്നു. എങ്കിലും ഒരു സൂചന മാത്രം പറയാം. ഞാൻ ഇന്ന് അച്ഛനോട് സംസാരിച്ചൊരു കാര്യമാണ്. കുർബാനയ്ക്ക് എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ പ്രഭാത നമസ്കാരത്തിന് വരണം. അത് അച്ഛന് മാത്രം പ്രാർത്ഥിക്കാനുള്ള സമയമല്ല. ആണോ? അച്ഛൻ തുയോബോയ്ക്ക് മദ്ബഹായി കയറുന്നതിന് മുമ്പ് വരണം. കാരണം ഈ തിരശ്ശീലിട്ട് പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥം പറയുന്നത് എന്താണെന്നറിയാമോ? കന്യകയുടെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെടുന്ന ആ സാഹചര്യ അനുഭവമാണ് തുയോബോ. അതുകൊണ്ടാണ് പുറത്തു നിന്ന് പാടുന്ന പാട്ടൊക്കെ നോക്കിക്കേ. മോശ ചമച്ചോര, സീനായി അല്ലേ, ഗിരിനിൻ, ഈ പാട്ടുകളാണ്. ഇതിൻ്റെ അർത്ഥം എന്നാ? അകത്ത് കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്ന ക്രിസ്തുവ തുയോബോ. അപ്പോൾ എപ്പോൾ പള്ളി വരണം? 8 നോമ്പിൻ്റെ കുർബാനയ്ക്ക് എപ്പോൾ പള്ളി വരണം? എപ്പോൾ വരും? നാളെ അവധിയല്ലേ? രാവിലെ വരാൻ നോക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കുർബാന അനുഭവിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ചുറ്റിപ്പോവും. എങ്കിലും ശ്രദ്ധിക്കണം. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.